या लिस्ट करते ना मुराडीचा टाइमिंग അല്ലെങ്കിൽ ഉച്ചകന്മാർ ആദ്യമായിട്ട് പട്ടിക പണിക്കാൻ പോയ ദിവസം 19-ാം തീയതി ആഗസ്റ്റ് സോമവാരം അല്ലെ, അന്ന് ധനിഷ്ഠ നക്ഷത്രം, പൗർണമി തിഥി, വിഷ്കംഭ നാമ നിത്യയോഗം, അങ്ങനെയാണ് അന്ന് പഞ്ചാംഗ ഫലമുള്ളത്. അപ്പൊ അതില് ധനിഷ്ഠ നക്ഷത്രം അശ്വതി രോഹിണി മാൻ പുണർപ്പൂയം ഉത്തിരം അത്തം ചിത്തിരയും ചോതി മലീഴം ഉത്തിരണാവും ഓണം സവിഷ്ടേതയും ഉത്രട്ടാതിരേവതി 16 നാളുണ്ട് ചോറൂണിന് വിധിച്ചവ എന്നാണ്. ആ 16 നാളുകളിൽ മുഹൂർത്ത നക്ഷത്രങ്ങളിൽ വിശേഷമായ നക്ഷത്രത്തിലാണ്. പൗർണമി തിഥിയാണ്. വരലക്ഷ്മി വ്രതമെല്ലാം കഴിഞ്ഞ് ആവണി അവിട്ടം എന്നല്ല പറയുക. ആവണി അവിട്ടം എന്ന് പറഞ്ഞ പ്രധാന പൗർണമി ദിവസമാണ് ദൈവജ്ഞന്റെ അടുത്ത് നിങ്ങൾ പട്ടിക പണിക്കുക. നല്ല ദിവസം പോയത്, വിശേഷമായി. അതെ, 10 ತಾರೀಕು ಅದೇ ಆಗಸ್ಟ್ 19ನೇ ತಾರೀಕು ದಾನಿ ಎಮ್ಮೆ 42 ಕಾಡು 20 ತಾಂಬೂಲಗಳು ಆಡಿದೊಂಜಿ ಮುಹೂರ್ತದ ಗೋಡು ಹೆಚ್ಚೊಂಡು ದಿನ ದಾನಿ ಸೋಮವಾರ, ಶ್ರವಣ ನಕ್ಷತ್ರ, ಶುಭವೈನತಿನ ನಕ್ಷತ್ರ ಅನ್ಕೊಂಡು ಪೌರ್ಣಮಿದ ದಿನಲಂದು ತಿಥಿವಾರ ಕಾರಣಗಳು ಯೋಗಗಳು ಮಾತ ನಮಕ್ 8 ದಿನತ್ತಾಣಿ ಅವಜಿ ತಾಂಬೂಲ ತಂದು ಬರ್ತಿದ್ದಾರೆന്ന് പറഞ്ഞു. ഇപ്പൊ പൗർണമി എന്ന് പറയുന്നത് ചന്ദ്രൻ പൂർണ്ണചന്ദ്ര നിഭാനന, ഒരു ചന്ദ്രൻ പൂർണ്ണനാവുന്ന അവസ്ഥയാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പൊ ആ ചന്ദ്രൻ ഒരു കലയില്ലാതെ, ഒരു കറുപ്പ് നിറമില്ലാതെ ശുക്ലവർണ്ണത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ദിവസം. ഇപ്പൊ ശുഭകാര്യങ്ങൾക്ക്, മുഹൂർത്തങ്ങൾക്ക്, ദേവപ്രതിഷ്ഠ പോലെയുള്ള കാര്യങ്ങൾക്ക്, ഗുരുപൂർണിമ, ഇങ്ങനെയുള്ള വിശേഷമായ പൗർണമികൾ ഒരുപാട് നമുക്ക് പഞ്ചാംഗ ഗണിതങ്ങളിലുണ്ട്. അപ്പൊ അതിൽ ധനിഷ്ഠ നക്ഷത്രം എന്ന് പറയുന്നത് മകരരാശിയിലും കുംഭൻ രാശിയിലായിട്ട് വരുന്ന ഒരു നക്ഷത്രമാണ്. നമ്മൾ സ്വർണ്ണാരൂഢവും നിങ്ങൾ പോയ ദിവസത്തെ നക്ഷത്ര രാശിയും ഏകസ്ഥന്മാരായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ മകരം രാശി വന്നു കഴിഞ്ഞാൽ ഫലം ഗർഭിണി, ദർശനേ വായുർ, ദക്ഷിണേ ചേൽ പുമാൻ വധു, ഗർഭസ്ഥ വാമഭാഗേ ചെയ്ത് ദ്വയോർനോ ചേതസൽ പ്രജഹ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പോയ രണ്ട് ആരില്ലാന്ന് പോയത് പട്ടിക വാങ്ങിക്കാൻ? നിങ്ങള് 3 അതിൽ ഈ 3 ഭാഗത്തേക്ക് ഗർഭ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസ ദുരിതങ്ങള് വർത്തമാന കാലഘട്ടത്തിൽ വന്നതുണ്ടോ? അടുത്ത കാലങ്ങളിൽ ഗർഭ വിഷയത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും വന്നുകൊണ്ടോ നീ പോയവരിലായിരിക്കെങ്കിലും? ಈ ನಿಖಿಲ ಬರ್ತ್ರೇಟ್ ಮೂಜಿ ಜನ ಏറെ ಕಾಣದಂದ್ರೆ ಈ ಗರ್ಭ ಸಂಬಂಧಪಟ್ಟದ ಅದರ ದುಃಖಗಳು ಆ ರೀತಿಯ ಅವಸ್ಥೆಗಳು ಅದನ್ನ ಎಡ ಕಾಲಘಟ್ಟ ನಿಖಿಲ ಭಾಗದಲ್ಲಿ ಬರ್ತದನ್ನ ಉಂಟು. അത് നിങ്ങളെ ബാധിക്കുന്നത്. നമ്മള് പുരുഷന്മാർ ഗർഭം ധരിക്കൂലല്ലോ. അപ്പൊ സ്ത്രീകളിലേക്ക്, നമ്മുടെ ഭാര്യയിലേക്കോ നമുക്ക് അത്രയും ബന്ധപ്പെട്ടവരിലേക്കോ ഉണ്ടാകുന്ന ദുഃഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അനുഭവത്തിലുണ്ടായിരുന്നു നിങ്ങൾക്ക്? അത് നല്ലോണം നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളെ നല്ലോണം വിഷമപ്പെടുത്തിയ ഒരു കഥയാണ് അല്ലെ, ഒരു സംഭവമാണ്. അനന്തരം നിങ്ങൾക്ക് സന്തോഷമുള്ള അനുഭവം ഉണ്ടായോ? ആയത് ബൊക്ക സന്തോഷം ഇപ്പോഴും അനുഭവം ഉണ്ടാണ്. ബൊക്ക അതെ ഉണ്ടായി. ഇപ്പൊ ആയി. എത്രയായി? കുട്ടിക്ക് 1 വർഷമായ? 5 വർഷമായി. ആയിക്കോട്ടെ, നല്ലത്. അങ്ങനെ നല്ലതാവട്ടെ. ഓ, നിങ്ങൾക്കും ഉണ്ടായി? ആയിക്കോട്ടെ. അങ്ങനെ പുത്രദുഃഖത്താല്, ഒരു പുത്ര ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സന്താന ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ഈ പൗർണമി ദിവസം നമ്മള് ദൈവജ്ഞനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ
ആദി പരാശക്തി അല്ലെങ്കിൽ ആദി എന്ന് അർത്ഥം ദൈവജ്ഞനുണ്ട്. ദൈവജ്ഞ ബ്രഹ്മാർപ്പണം ച വാഗ്ദേവി ഗുരുഞ്ച ആപൃഷ്ടമംഗലേ പുഷ്പൈരാരാധ്യ വന്ദേത പ്രദീപേച തഥാശ്രയം എന്ന് ആചാര്യം. അപ്പോൾ ദൈവജ്ഞൻ എന്ന് വെച്ചാൽ ബ്രഹ്മമാകുന്നു. ദൈവജ്ഞനാണ് നമ്മുടെ ബ്രഹ്മം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബ്രഹ്മസങ്കല്പം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മസങ്കല്പം നിങ്ങൾ മൂന്നാളല്ലേ പോയി. അപ്പൊ ഈ ബ്രഹ്മദേവന്റെ നിങ്ങള് നാഗബ്രഹ്മ എന്ത് പ്രയോഗം ഉണ്ടാവും. പക്ഷെ നമുക്കിവിടെ ഒരു വ്യാഴ ഗുരു എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മദേവന്റെ ഉപാധികള് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം ഒരു ഗുണ്ടം ഉണ്ടായിരുന്നു എന്നുള്ളതിന് 3 എന്തോ ഉപാധികള് ഈ ഭൂമിക്ക് പ്രാദേശികമായിട്ട് പൂർവഭാഗ ഈശാന്യ ഭാഗത്തായിട്ടോ ഈ കുംഭൻ രാശി അല്ലെ മീനൻ രാശി മേഷരാശിയിലായിട്ട് വരുന്നതല്ലേ, അത് ആടെയാണല്ലോ ഈ ധനിഷ്ഠ നക്ഷത്രം ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുംഭ ഈശാന്യ ഭാഗത്തായിട്ട് ഈ ബ്രഹ്മരെ കുണ്ഠം ഉണ്ടായതിന് 3 എന്തോ ഉപാധികള് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടാണ്. അപ്പൊ അത് വ്യാഴക്ഷേത്രത്തിലല്ലേ. വ്യാഴക്ഷേത്രത്തിൽ എന്ന് വെച്ചാല് ഈശാന്യ വിപ്രോത്തമസ്യാത് ഗുരുരത്ര ശുക്രേ. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേ ചേൽ പുമാൻ വധുഹു ഗർഭിണി ദർശനേ വായുർ ദക്ഷിണേ ചേൽ പുമാൻ വധുഹു ഗർഭസ്ഥ വാമഭാഗേ ചേതയോർ നോച്ഛേദ സൽപ്രജഹ എന്ന ആചാര്യം പ്രമാണം പറയുന്നുണ്ട്. ഏതോ തെക്ക് ഭാഗത്ത് നിന്നുള്ളതായ ഏതോ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കുടിയിരുത്തി അല്ലെങ്കിൽ അവരാൽ ആരാധിക്കപ്പെട്ട ഒരു ബ്രഹ്മസാന്നിധ്യത്തിന്റെ ഉപാധികള് ഈ മകര കുംഭമീന രാശികളിലോ മേഷരാശികളായിട്ടോ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ಮಗ ಆಣಿದ ಆ ಮುಹೂರ್ತದ ನಮಕ್ ಫಲ ಪಡ್ಕೊಡವು ನಮಕ್ ತೋಚ್ಪವಣೆ ಬಂದ ಅದೇ ಬ್ರಹ್ಮ ಅದೇ ಬಿರ್ಮಿರ್ ಅಪ್ಪ ಈ ಸಾನ್ನಿಧ್ಯಗ್ ಸಂಬಂಧಪಟ್ಟಿನ ಉಪಾಧಿಗಳು ಅಡ್ಡು ಮೂಜಿ ಉಪಾಧಿಗಳು ಪಡ್ಕೊಳವು ಹಿಂದೆತ್ತ ಈ ಭೂಮಿದ ಪೂರ್ವ ಈಶಾನ್ಯ ಆ ಭಾಗವಾದ ಆ ಸಾನ್ನಿಧ್ಯದ ಉಪಾಧಿಗಳು ಇತ್ತನ ವಿಷಯಗಳು ಇತ್ತು ಪಡ್ಕೊಳವು. അപ്പൊ പൂർവ കാലഘട്ടട് അതെ ഈ തെക്ക് ഭാഗതച്ചിന ആ ഒരു ബ്രാഹ്മണര് ആ പ്രഥമവാത് ആ ഒരു ഗുണ്ടട് ಆ ಬಿರ್ಮೇರನ ಪ್ರತಿಷ್ಠೆ ಮಾಡ್ತಾನಂಚಿನ ಆ ಬಿರ್ಮೇರನ ಉಪಾಧಿಗಳು ಕೂಡ ಅವಳು ಇರ್ತದೆ. ನಮ್ಮ ಪೌರ್ಣಮಿ ಅಂದ್ರೆ ಪೂರ್ಣ ಚಂದ್ರ ಪೌರ್ಣಮಿ ಪ್ರಪಂಚನ ಆ ಫಲಟ ನಮ್ಮಕ್ಕ ಅವರು ತೋರಿಸ್ಕೊಂಡು പൗർണമി എന്ന് വെച്ചാൽ വ്യാസ പൗർണമി അല്ലെ. വ്യാസന് പൗർണമിയാണ് ഏറ്റവും പ്രധാനം. അതായത് ഭഗവത്ഗീത ഭാഗവതം രചിച്ചത് വ്യാസനാണ്. വ്യാസൻ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനല്ല. വ്യാസൻ മുക്കുവനാണ്. കടലിൽ മീൻ പിടിച്ചുകൊണ്ടായ ഒരു സമുദായ വ്യക്തിയാണ് വ്യാസൻ. ആ വ്യാസൻ കടലിൽ നിന്ന് മീൻ പിടിച്ച് ആ വ്യാസൻ വേദവ്യാസനാണ് പിൽക്കാലത്ത് ഭഗവത്ഗീതയും ജ്യോതിഷത്തിൽ ഒരുപാട് ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഭട്ടോൽപലാദികളെല്ലാം രചിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ അധികാര പരമ്പരകള് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് 400-500 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ മറ്റൊരു ബ്രാഹ്മണ വിഭാഗം ഈ ആരാധനകൾ നടത്തിക്കൊണ്ട് പോന്നിരുന്നു തന്നെ പറയണ്ടേ. പൂർവീകമായിട്ട് ഉണ്ടെന്നാണ് അതിന്റെ പൗർണമി വെച്ചാൽ വളരെ പൗരാണികം എന്നാണ് അർത്ഥം. പൗർണമി പണ്ട ಮಸ್ತ್ ಪೂರ್ವಕಾಲಗ ಪಂಡ ಇಟ್ಟೆ ಅದೇ ಮುಕ್ಕಲಿನ ಪೂರ್ವಜರು ಬರ್ಕೊಂಡು ತುಂಬಿ ಒಂಜಿ ಬ್ರಾಹ್ಮಣ ವಂಶದಕ್ಕಲ್ನ ಆ ಕೈಟ್ ಆ ಭೂಮಿ ಇಪ್ಪುನಂಚಿನ ಸಮಯ ಕಾಲಘಟ್ಟಡ್ ಆ ಒಂಜಿ ಬ್ರಹ್ಮರನ ಗುಂಡ ಪಡ್ಕೊಳವು ಇದೆಂತ ಪೂರ್ವ ಈಶಾನ್ಯವಾದ ನಮಕ್ ಸಾಂಗತ್ಯ ಶಕ್ತಿಯದ ಆರಾಧನೆ ಆವಡೆ ಇದು ಪಡ್ಕೊಳ್ಳಿ. പ്രശ്നം വെക്കുമ്പോഴോ അല്ലെങ്കിൽ പൗരാണികമായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും കണ്ടവരോ ഉണ്ട് പറഞ്ഞ സൂചനയില്ലോ എന്തെങ്കിലും 3 എന്തോ ഒരു കുന്തം പോലെയുള്ള 3 എന്തോ വസ്തുക്കൾ നിങ്ങൾ 3 ആള് പോയതുകൊണ്ട് 3 ഉപാധികൾ ഉണ്ടായെന്ന് നമുക്ക് പറയാം. അത് വളരെ പൗരാണികമായിട്ടുള്ള കഥയാണ്. ആരെങ്കിലും പറഞ്ഞറിവുകളെ ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടറിവുകൾ ഉണ്ടാവണമെന്നില്ല, ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. అంటే అవును ఆ గుండె ఎత్తిన దాదానో ఉంది దాదాన
ಮುಂದಾನ ಹಚ್ಚಿನ ದಾದನು ಮುಕ್ಕಳನ್ನ ಪೂರ್ವಜರು ಹೂವಿನಾಗ್ಲಿ ಉಡ್ಲಿರದ ಪಣ್ಪುಡಗಡಿ ಇದ್ದದಾಗ್ಲದ ಅತ್ತೆ ಹಿರಿಯಾಗ್ಲದ ಅದನ್ನ ಹಚ್ಚಿ ಇತ್ತಿನಿಗೆ ಅವ್ದಾದನ ಗಡ್ಡದ ಮುಂದದ ಉಂಟದಾದನ ಹೋಯಿನ ಇತ್ತಿನ ಪಣ್ಪುಡಚ್ಚಿನ ಏರಗೋ ತೋಜಿ ಇತ್ತಿನ ಪಣ್ಪುಡಗೆ ನಾವು ಉಳಿದಂತು ಪೂರ್ವ ಈಶಾನ್ಯದ പൂർവ്വ ഈശാന്യത്തിൽ എന്ന് പറയണം. കാരണം ഈ പൗർണമി എന്ന് പറയുന്നത് അന്ന് പൗർണമി അന്ന് ലയിക്കുന്ന നക്ഷത്രം ധനിഷ്ഠയാണല്ലോ. അപ്പൊ ആ ധനിഷ്ഠ നക്ഷത്രത്തിന്റെ ആശ്രയ രാശികളിൽ നമുക്ക് പറഞ്ഞോളൂ. ഒരു മകരം മുതൽ മേടം വരെ പറയാം. അങ്ങനെ ഞങ്ങൾ പൂർവ്വ ഈശാന്യം തന്നെ പറയണ്ടേ? ఒక పూర్వ ఈశాన్యందే పరోడైనవతే పూర్వ ఈశాన్యవాదించ ഇങ്ങോട്ട് വരില്ല. പൂർവ്വ ഈശാന്യം എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല, നമ്മൾ ഇരിക്കുന്ന ഇങ്ങനെയല്ലേ വരില്ലേ. പൂർവ്വം എന്ന് വെച്ചാൽ നമുക്ക് നേരെ എതിരാണ്. ഇങ്ങോട്ട് ഈശാന്യത്തിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രം എന്ന് പറയാം. അതായത് ഒരു ഭൂമിയിലെ ഏറ്റവും ഐശ്വര്യത്തെ പറയേണ്ട സ്ഥാനം കന്നിയും ഈശാന്യം തന്നെയാണ്. കന്നിയിൽ അങ്ങനത്തെ ഒരു യോഗമില്ല. കന്നിയിൽ കേതുവല്ല ഉദിക്കുന്നത്. ഈശാന്യത്തിലാണെങ്കിൽ ബ്രഹ്മനായിരിക്കുന്ന നാഗൻ ഉദിച്ചിട്ടുണ്ട്. രാഹുവിൽ ഉദിച്ചിട്ടുണ്ടല്ലോ മീനത്തില്. അങ്ങനെയാണെങ്കിൽ ഇത് നാഗ ബ്രഹ്മൻ എന്നല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിന് നാം. അതുകൊണ്ടായിരിക്കും ആ രാശിയിൽ തന്നെ ജീവസൻ ബാധകേശോ വയമൃതിരിമുഖോ യദ്യഹേ കേന്ദ്ര സംസ്ഥയെ സർപ്പാണാം ഉത്തമാനാം വിധി സസുരകുരോർ മാന്തി കേന്ദ്രോധമാനാം എന്ന് ആചാര്യം പറഞ്ഞു. അപ്പൊ ശരിക്കത് വ്യാഴത്തിന്റെ രാശി കേന്ദ്രത്തിൽ പോയിട്ട് ആശ്രയിക്കുന്ന രാഹു ആകുമ്പോ ഈ ഭാഗം തന്നെ വേറൊരു ഭാഗം ഈ ബ്രഹ്മര സാന്നിധ്യത്തിന് പറയാനില്ല. ഈ ബ്രഹ്മരണ സാന്നിധ്യം പരോടൈന ഭാഗവർപ്പണവും ഈ ഭാഗവാദി നമുക്ക് പരോടുന്നു. ഉത്തര പൂർവ്വവദിഞ്ച കുംഭമീന നന്നാക്കി ഒന്ന് ചൂടിഞ്ചാത് പറയുന്നു. എന്തെങ്കിലും പ്രശ്ന വിഷയങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടതോ പറഞ്ഞതോ ആയ എന്തെങ്കിലും വിഷയങ്ങളുണ്ട് അതിന്റെ സൂചനകൾ പറഞ്ഞാൽ പ്രശ്നങ്ങൾ അത്തന്ത് ഇത്തന ഏതാണ് അഞ്ച് ഇത്തൻ്റെ ഇച്ചതാകുന്ന വിഷയങ്ങൾ ഇത്തന്നെ പറഞ്ഞോ കേട്ടോ നമ്മ ഏരിയക്ക് ಜಾಗ ಈ ಪೂರ್ವ അല്ല ഇപ്പൊ ഉണ്ടെന്നല്ല പൗരാണികമായിട്ട് പറഞ്ഞ സാന്നിധ്യം ഉണ്ടോ? അത് ആയിരിക്കില്ല അങ്ങനത്തെ സൂചനകള് പൗരാണികമായിട്ടില്ലേ സൂചന? ഏതെങ്കിലും സൂചന ജനിച്ചിന വിഷയം അപ്പൊ നിങ്ങൾ ഒരു ഫലം ശരിയും ഒരു ഫലം തെറ്റിയില്ലല്ലോ. ഒന്ന് നിങ്ങൾ ഈ ഗർഭദുഃഖങ്ങൾ അനുഭവിച്ചാലാണോ ശരി. ഈ ഒരു വിഷയമാകുമ്പോൾ അതുമായിട്ടൊരു നമുക്കതല്ലേ യാദൃശി താദൃശി വച്ചാന്നാണ്. ജാതക ഗോള നിമിത്ത പ്രശ്ന മുഹൂർത്താക്കിയ ഗണിതനാമാനി അഭിതത ദേഹ ഷടങ്കന്യ ആചാര്യ ജ്യോതിഷേ മഹാശാസ്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ അതില് നിങ്ങളെ നിമിത്തങ്ങൾ ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് ആ പറയുന്ന ഫലം മാത്രം നിങ്ങൾക്ക് അനുഭവത്തിലില്ല. അനുഭവത്തിലില്ലാത്തത് ഇല്ല. അന്തല്ല വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? വേറൊരു സ്ഥലം നമുക്ക് പറയാനില്ല. നമ്മൾ അനുഭവത്തിലില്ലാന്നല്ലേ പറയുള്ളൂ. നമുക്ക് അനുഭവമാണ് ഇച്ചിന്ത പർപ്പുണ ಅದನ್ನ ನಿಗಳಿಗೆ ಅವತ್ತೇ ಬೇತೆ ಬೇತೆ ಭಾಗವಾದ ಒಂದು ಕಂಪುಣಾಗಿರ್ತದೆ. ಇಲ್ಲಿ ನಮ್ಮ ಬ್ರಹ್ಮನ ನಾಗ ಬ್ರಹ್ಮೆ
വായുവ്യം എന്ന് വെച്ചാൽ വായുവ്യായിട്ട് വരുമോ? ഞാൻ പറഞ്ഞ വായുവ്യം കടന്നിട്ട് മകരത്തിലോ കുംഭത്തിലോ വരുമോ? അതാണ് സംശയം. ವಾಯುವ್ಯ ಅದು ಬರುವ ಅದರ ವಾಯುವ್ಯ ಮಕರ ಕುಂಭ ಈ ರೀತಿ ಅದು ಬರುವುದು കൃത്യമായ വായുവ്യം തന്നെ ആവുന്നുണ്ടോ എന്നത്. എന്ത് സ്ഥാനം അത്? അല്ലാതെ എന്ത് സ്ഥാനം, എന്ത് ദൈവിക വിഷയങ്ങളാണ് ആരാധിക്കുന്നത്? ಅದು ಯಾವ ಸಾನ್ನಿಧ್ಯ ಅದು ನೀವು ಆರಾಧನೆ ಮಾಡಬೇಕು. അല്ലാതെ അതില് വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നത് തന്നെ നമ്മൾ ഈ വായുവ്യത്തിലെ സാന്നിധ്യം എന്താണ്? നാഗൻ. നാഗൻ രക്തേശ്വരിയിലുണ്ടോ? ഒന്നുമില്ല, നാഗം മാത്രം. വ്യാഘ്ര ചാമുണ്ടി ഉണ്ട്. അത് വേറെ ശക്തിയല്ലേ ഇത്? അത് നിങ്ങളെ പൂർവികന്മാർ ആരാധിച്ചത്. ഈ പഞ്ചുരുളി കല്ലുരുട്ടി എന്ന് പറയുന്നത് ആരാധിക്കുന്നത്? അത് യാർ ആരാധന ಮಾಡುವುದು? അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചുരുളി കല്ലുരുട്ടിയുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രശ്നം പറയുന്ന സമയത്ത് അവിടെ മറ്റെന്തോ ചില സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നോ അല്ല വേറെന്തോ ഒരു വിഷയം കൂടി ആവാനുണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും എന്തോ ഒരു ശക്തി അവിടെ ഒഴിഞ്ഞിട്ടുണ്ട് നാറ്റം എന്തെങ്കിലും സൂചനകൾ നമുക്ക് കിട്ടണ്ടേ? പ്രശ്നം വെക്കുമ്പോൾ ദൈവഹിതം നോക്കുമ്പോൾ ദൈവജ്ഞൻ ദൈവവിൽ പശ്യത് ആര് പ്രശ്നം വെച്ചാൽ ദൈവഹിതം വരണമല്ലോ. ಅದೇ ಈ ಕಲ್ಲುಟ್ಟಿ ಪಂಜುರಿನ ವಿಷಯದಲ್ಲಿ ಪ್ರಶ್ನೆ ಚಿಂತನೆ ಮಾಡುವಾಗ ಆ ಸಮಯದಲ್ಲಿ ಏನೋ ಪರಿವರ್ತನೆಯೋ ಅಥವಾ ಆ ಸಾನ್ನಿಧ್ಯದ ವಿಷಯ ಚಿಂತನೆ ಮಾಡುವಾಗ ಅದರ ಕೆಲವು ರೂಪದ ವ್ಯತ್ಯಾಸಗಳಾಗಿಯೋ ಹಾಗೇನಾದರೂ ಚಿಂತನೆಗೆ ಬಂದಿದ ಆ ಸಮಯದಲ್ಲಿ? അല്ലാതെ ആടെ ഈശാന്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം വരുന്ന വെച്ചാല് ആടെ ഈ വിഷയത്തിൽ പ്രശ്നം വെക്കുന്ന സമയത്ത് ഇതരമായ എന്തെങ്കിലും സാന്നിധ്യ ഉപാധികൾ ഉണ്ടായിട്ടുണ്ടെന്നോ പണ്ടേ ഇല്ലെന്തോ ദൈവ സാന്നിധ്യം ആടെ നാശത്തിലുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ പ്രശ്നവിധിയിൽ ഉണ്ടാണ്ട്. വാക്രാശി ചന്ദ്രൻ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ പറയേണ്ടത് ഈ വിഷയം. യോഗം അങ്ങനെയല്ലേ? കട്ടയല്ലാതെ ഒന്നിന്റെ ഒരു ഉപാധി നഷ്ടപ്പെട്ടതിന്റെ ഇതാണ്. അത് കട്ട എന്ന് പറയാൻ കഴിഞ്ഞാൽ കല്ലുകൾ അത്രേ പറയാൻ കഴിഞ്ഞാൽ കട്ടയല്ല. 3 ഭാഗമായിട്ടുണ്ടായിരുന്നാണ് കാണുന്നത്, 2 അല്ല. ഈ വർണ്ണ കേന്ദ്രത്തിലാണ് സത്വപരം ഭാവത്തിൽ
ഒരു സമയത്ത് 3 ഉപാധിയാണ് ഉണ്ടായത്. അനന്തരം അത് പഞ്ചുരുളി എന്തോ ചില ദോഷങ്ങളെ കണ്ടതുകൊണ്ട് പൗരാണിക ആരാധന ആടെ പഞ്ചുരുളി കണ്ടിട്ടില്ലല്ലോ. ഉണ്ടാവും പൗരാണിക ആരാധന ഇല്ല. നമ്മളെന്തോ കുറച്ച് കാലാന്തരത്തിൽ എന്തോ വിഷയം എന്തോ ചില ദോഷങ്ങൾ കണ്ട് അത് പഞ്ചുരുളി കല്ലുരുട്ടി എന്ന് പറയുന്ന രീതിയിൽ ആരാധന തുടങ്ങിയെന്നല്ലാതെ ആ ഒരു ഈശാന്യ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഉത്തര ഈശാന്യ ഭാഗത്തോ ഒരു പഞ്ചുരുളിക്കും കല്ലുരുട്ടിക്കും ഒരു സ്ഥാനം വരേണ്ട വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. അതാണ് അതെ നമുക്ക് ഈ ഈശാന്യവാദ് അതെ എനിക്ക് തോന്നിയിട്ട് ഇത് കല്ലുരുട്ടി ಪಂಜುರ್ಲಿ ಬರ್ಪಣಸಿನ ರೆಡ್ಡಿ ಶಕ್ತಿಯಾದ ಆರಾಧನೆ ಮಾಡ್ಕೊಂಡುಳ್ಳಾರೆ ಅನ್ನೋದು ಪೌರಾಣಿಕವಾದ ತೋಣುದಿತ್ತಿನ ಈ ಕಲ್ಲುರ್ಟಿ ಪಂಜುರ್ಲಿ ಇತ್ತನ ಬರ್ಪಣಸಿನ ಒಂದು ವಿಷಯನೇ ಇಜ್ಜಿಂದು ಅದಾದ ಒಂದು ಸಾನ್ನಿಧ್ಯ ಶಕ್ತಿ ಅದನ್ನ ಹೋಗಂಡ ರೀತಿಲಿ ನಮಕ್ಕಿಂದ ಅದೇ ಒಂದು ರೆಡ್ಡಿ ರೀತಿ ಅದೋ ಅದರ ಪಂಡ ನಮಕ್ ದ್ವಿ പണ്ട് റെഡ് രീതി അതായത് റെഡ് സ്വഭാവടിപ്പണ ശക്തി പണ്ടതോ അഞ്ചതാതനോ തെരിത് ബത്തത് ఒక കല്ലുരുട്ടി പഞ്ചുള്ളി പടപ്പണ ശക്തി അത് അവളെ ആരാധന മൽക്കര ಕಾರಣ ಅಂತ ಅಪ್ಪ ಅಂಚ ಮಾತ ಆ ಈಶಾನ್ಯ ಭಾಗಗಳು ತೋಜೋಡ್ದಿತ್ತಿಲ್ಲ ದಾದನೋ ಅವಳು ತನ್ನ ಈ ಬಿರ್ಮೆರಣ ದಾದನೋ ಈ ಸಾನ್ನಿಧ್ಯದ ಉಪಾಧಿಗಳು ದಾದನೋ ಅವಳು ಇತ್ತಿನ ವಿಷಯ ಇತ್ತಿನ ಅನ್ಕೊಂಡು ಆ ಒಂಜಿ ಉಪಾಧಿಗಳ ಆ ಚೈತನ್ಯ ಬರ್ಪಣ ಆ ಮಣ್ಣಿಡಿತ್ತಿನ ಇರ್ತಾರೆ ಅವು ಕಾಲಾಂತರಡು ಅದನ್ನು ಕಲ್ಲುರುಟಿ ಪಂಜುರ್ಲಿಯಾದ ಆರಾಧನೆಯ ಕಾರಣ ಇದೆ ನಮಗೆ അതെ, ഈ വായുവ്യത്തിൽ പൗരാണികമായിട്ട് ഈ ബ്രഹ്മര് എന്ന് പറയുന്ന പ്രയോഗം വന്നേച്ച് ഈ വായുവ്യത്തിൽ നിൽക്കുന്നത് രാഹുവാണ്. രാഹു വെച്ചാൽ നാഗം തന്നെയാണ്. ഉത്തമ നാഗങ്ങൾക്ക് പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു മണ്ണാണ് ആ ഭാഗം. അങ്ങനെയാണെങ്കിൽ അവര് നാഗത്തെ കണ്ടതുകൊണ്ട് ബ്രഹ്മര മൂലം എന്ന് പറയുന്നതല്ലാതെ വായുവ്യത്തിൽ ഇപ്പൊ നമുക്കിടെ ഗ്രഹയോഗങ്ങളില്ലല്ലോ. വർഷത്തില് ആടെ അഭിഷേകിക്കുന്ന ശുക്രനാണെങ്കിൽ വാച്ച രക്തേശ്വരി രക്തചാമുണ്ടി അതിഭയങ്കരി. ആടെ രക്തേശ്വരിക്കൊക്കെ സംബന്ധപ്പെട്ട രക്തേശ്വരിയുടെ സഞ്ചാരത്തിലെ സ്ഥലം എന്നല്ലേ പറയേണ്ടത് വായുവ്യം. അതല്ല ഞാൻ ചോദിച്ച പ്രശ്നത്തിന് എന്തോ ഒരു ശക്തി ആടെ ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ദേവപ്രശ്നം വെച്ചതായിരിക്കില്ല. നിങ്ങളൊരു താമ്പൂല പ്രശ്നമോ കാര്യങ്ങളോ വെക്കുന്ന വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. ಅದನ್ನು ರೆಡ್ಡಿ ಶಕ್ತಿ ಉಂಟು ಅವು ಇಂಜಿ ಕಲ್ಲುರುಟಿ ಪಂಜುಲಿ ಪಂಡದು അതിപ്പോ കട്ടകെട്ടിനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏത് വർഷമുണ്ടാവും? അത്രയായിട്ടു. അതെ, ആ 10 വർഷം എന്ന് പറയുന്നത് ആടെ നമ്മൾ ആരാധിക്കുന്നവരിലേക്ക് ആ ദൈവത്തിനൊരു പരിണാമ സിദ്ധാന്തം വന്നതുകൊണ്ട് ആടെ ആ രാശിക്ക് ബാധേതുവാണ്. നമ്മൾ അത്ര ഭക്തിയില് അത്രയും നിഷ്ഠയിലും എല്ലാവരും നിങ്ങളൊരു കുടുംബ ഭാഗങ്ങളെല്ലാം വളരെ ചേർന്നുകൊണ്ട് നല്ല നിഷ്ഠയിലും കാര്യങ്ങളെല്ലാം ആ ദേവന് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പരിണാമ ഫലം കുറച്ച് വിപരീതമാവാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല ശ്രേയസ്സിലും നല്ല പ്രശസ്തിയിലും വലിയ ഈലേക്ക് പ്രൗഢിയിലേക്ക് എത്തിയ നമ്മൾ അതിൽ നമുക്ക് ചില അപവാദോ മഠാപത്യോ രവിഭാവേ അഷ്ടമസ്തേ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ദൈവിക വിഷയങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം സത്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടും എൻ്റെ ആഭ്യന്തരം പറ്റി എനിക്ക് എൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖം വരുന്നു ഈശ്വരാന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഇന്നുണ്ട്. അപ്പൊ നമുക്കത് ക്ഷേമമായിട്ടാണ് അതിന് ശേഷം നമ്മളെ മുമ്പേത്തേനും കാട്ടിയും നമ്മളെ ഐശ്വര്യം വേലി ഇറക്കാന്ന് വെച്ചാൽ താഴോട്ടാണ് വരുന്നത്. നല്ല മുകളിലേക്ക് പോകുന്നുണ്ടായത് കുറച്ച് കുത്തയായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
ಅದಾನ ಅದೇ ನಮ್ಮ ಆ ಅವಳು ಸಾನ್ನಿಧ್ಯ ಪ್ರತಿಷ್ಠೆ ಆಯ್ನೆಡ್ದು ಬೊಕ್ಕದ ಸ್ಥಿತಿ ತೋಡುತ್ತಿದ್ದ ನಮ್ಮ ಅದೇ ನಮ್ಮ ಎಲ್ಲ ರೀತಿಯ ಅಭಿವೃದ್ಧಿ ಮಟ್ಟಕ್ಕೆ ಹೋಡೇನಂದ್ರೆ ವ್ಯಕ್ತಿಗಳು ಇನ್ನಿದ್ದ ಕಾಲಘಟ್ಟದ ಸಮಸ್ಯೆಗಳು ಅದನ್ನ ಅದು ಹೋಗತ್ತೆ ಬಂದ ಸಮಾಜ ಅಭಿವೃದ್ಧಿ ಭಿನ್ನತೆ ಅಪಡಂಜಿನ ಸ್ಥಿತಿ ತಾಡೆ ಮುಟ್ಟ ಓದುಂಡು ನೈಡದ ಬೊಕ್ಕ മുമ്പേത്തെ അത്ര ഒരു യശസ് കിട്ടുന്നില്ല. ಆ ಯಶಸ್ಸು ಬರ್ಕೊಂಡು ಹೋಯ್ತು ತೋಜಿನಿ ಅವು ಅವು ಆ ಪ್ರದೇಶ ಅವ್ರಿಗೆ ಒಂದು ಕೆಲವರು ಐವತ್ತು ವಸ್ತು ಉಂಟು ಅವು ವಿಷಯ ನೋಡಿ ನಾವು ಎಂಕಲ ಆ ಒಂದು ಪ್ರತಿಷ್ಠೆ ಆಯ್ನೆಡ್ದು ಬೊಕ್ಕದ ವಿಷಯ ಅಂತ ಬರ್ಕೊಣೆ ದೂರದಲ್ಲಿ ಉಂಟು സത്വം ഭൂഫലിതം സഹോദര ഗുണം എന്നല്ല നമുക്ക് നമ്മളിതൊരു ഒരു തൽക്കാല പ്രകരണമാണ്. പൗർണമി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ മാത്രം പ്രകരണം പറയുന്നത് സൂക്ഷ്മതയല്ല, അതിന്റെ വർഗശോധനയിലാക്കിയ ദൂരം കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് പറയേണ്ട വെച്ചാൽ സത്വം ഭൂഫലിതം, നമുക്ക് നമ്മളെ കൈവശമുള്ള ഭൂമിയുടെ കാര്യമാണ് പറയുന്നത്, പുറമേയുള്ള ഭൂമിയല്ല. അല്ല, ഇതിപ്പോ നമുക്ക് അങ്ങനെ ഒരുപാട് ദൂരം വരെ പറയാൻ പറ്റില്ല. മീനൻ രാശി വെച്ചാൽ ഈ ആരൂടത്തുനിന്ന് 3 രാശിയിലും ഈ കുട്ടി വെച്ച മകരൻ രാശിയിൽ നിന്ന് 3 രാശികളെ മീനൻ രാശിയിലേക്ക്, അപ്പൊ ഒരുപാട് ദൂരം പറയാനില്ല. ತುಂಬಾ ದೂರ ಹೇಳಿಕ್ಕೆ ಆಗುದಿಲ್ಲ ಅಂತ ಸ್ಪಷ್ಟತೆಯಾಗಿ ಸಿಗ್ಬೇಕಿದ್ರೆ ಕೆಲವು ವರ್ಗಗಳೆಲ್ಲ ಉಂಟು, ಅದನ್ನ ಪರಿಶೋಧನೆ ಮಾಡಿ ನೋಡ್ಬೇಕಾಗ್ತದೆ. ಅದು അല്ല, നമ്മൾ ഈ പ്രതിഷ്ഠിച്ച സാന്നിധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കട്ട കെട്ടിയിട്ട് ആരാധിക്കുന്ന ദൈവങ്ങൾ എന്തോ ഒരു സാന്നിധ്യം ഒന്ന് കൂടുതലുണ്ട് പഞ്ചുരുളി കല്ലുരുട്ടിക്ക്. ആ പഞ്ചുരുളി കല്ലുരുട്ടിനെ നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട് അനന്തരമുള്ള നമ്മളെ വിഷയങ്ങളൊന്നും നിങ്ങൾ ശരിക്കും ഡീപ്പായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിന് ശേഷമുള്ള നമ്മളെ പ്രതിസന്ധികൾ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല അഭിവൃദ്ധിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈഷമ്യങ്ങളാണോ ഇല്ലെന്നൊന്നും നല്ലോണമായിരിക്കും. ഇത് രണ്ടാക്കും, ഇത് ഇവർക്ക് ഒരു വിഭാഗത്തിന് മാത്രമായിട്ടല്ലല്ലോ, ഈ ഭൂമി ഇല്ല എല്ലാവർക്കും നമുക്ക് സമസ്താഹ സുഖനോ ഭവന്തു എന്നല്ലേ, എല്ലാവർക്കും സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ദേവപ്രശ്നം വെക്കുന്നത്. ആർക്കും ഒരു ദോഷം വന്നൂടാ, പ്രശ്നം വെക്കുന്ന നമുക്കും ഇതിന്റെ സാമുദായികമായിട്ടുള്ള വിഭാഗക്കാർക്കും ഭൂമിയുടെ അധികാരികൾക്കും എല്ലാവർക്കും ക്ഷേമമാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുഭവത്തിൽ ഈ പഞ്ചുരുളി കല്ലുരുട്ടിക്ക് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം നല്ല ക്ഷേമൈശ്വര്യങ്ങളാണെങ്കിൽ അതിൽ തെറ്റ് പറയാനില്ല. പക്ഷെ എന്തെങ്കിലും പ്രയാസങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തോ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് തന്നെ പറയണ്ടേ. ಒಂದೇ ಸಮಯದಲ್ಲಿ അല്ല, അങ്ങനെ ഒരു പഞ്ചുരുളി കല്ലുരുട്ടി എന്ന് പറയുന്ന ഒരു സാന്നിധ്യം പ്രത്യേകിച്ചൊരു ഭൂമിയിൽ അങ്ങനെ കാണണമെങ്കിൽ എന്തായാലും നിങ്ങളെ പോലെയുള്ള ഒരു ഗൗഡ സാരസ്വതന്മാർക്ക് എന്തായിട്ടും പൂർവികമായിട്ട് ഇങ്ങനെയുള്ള ഉഗ്രമൂർത്തികളെ ആരാധനകൾ ഉണ്ടാവില്ലല്ലോ. കാരണം
വെച്ചാൽ നമ്മൾ ചില ശൈവാംശമായിട്ട് ബാക്കിയുള്ള ദേവാരാധനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജാതിക്കാരാണല്ലോ നമ്മള്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഞ്ചുരുളി കല്ലുരുട്ടി നിങ്ങളെ പൂർവികന്മാരെ ആരാധിച്ചുണ്ടാവില്ല നിയമം തന്നെയല്ലേ അല്ലേ? പക്ഷെ നിങ്ങൾ ഗൗഡ സാരസ്വതന്മാരാണ്, നിങ്ങൾക്ക് മഠമുണ്ട്, നിങ്ങൾക്ക് ഗുരുവുണ്ട്. അങ്ങനെയില്ല, നിങ്ങൾ ഒരിക്കലും നീചകർമ്മത്തിൽ കോഴിയറകൾ നടത്തി ആരാധിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കാൻ സാധ്യതകൾ വളരെ കുറവ്. അതെ, അത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലേക്ക് അങ്ങനെ ഒരു ആ കാലഘട്ടത്തില് രണ്ട് സാന്നിധ്യങ്ങൾ ഒരു സങ്കല്പത്തിലുണ്ടെങ്കിൽ അത് പഞ്ചുരുളിയാണോ കല്ലുരുട്ടിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രഹ്മ സാന്നിധ്യങ്ങളാണോ എന്നുള്ളത് ഉറപ്പായിട്ട് ഓർമ്മിക്കുന്ന. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ക്ഷേത്രവും ഇതും ഒന്നിച്ചായിക്കോട്ട്. ഇനിയിപ്പോ നിങ്ങൾ പിലിച്ചാമുണ്ടിയോ വ്യാഘ്ര ചാമുണ്ടിയോ എന്തൊക്കെ നിങ്ങൾ പറയാം, ഇതൊക്കെ നാഗത്തിനുള്ള നിങ്ങൾ വായുവ്യത്തില് സ്ഥാനമാനങ്ങള് കാര്യങ്ങള് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അനന്തരം നമ്മളെ കുടുംബത്തിൽ നല്ല പ്രശസ്തിയും നല്ല യശസ്സും എന്തു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക് ഒരു കാരാഗ്രഹം ബന്ധനം എന്നാണ്, ഒരു കെട്ടിയിട്ട പോലത്തെ അവസ്ഥ ഉണ്ട്. നമുക്ക് കെട്ടിയിട്ട പോലെ വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ ആടെന്തോ അത് അന്ന് ചെയ്ത നിങ്ങളെ ചിന്തയിൽ അതെന്തോ വിപരീതമായിട്ടുണ്ട് തന്നെ പറയണം. പിന്നെ ഈ ബ്രഹ്മന് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ബ്രഹ്മ സാന്നിധ്യങ്ങള് പണ്ടത്തെ ആൾക്കാര് വലിയ പഠനങ്ങളൊന്നും നടത്തിയിട്ടെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ ആദിദ്രാവിഡന്മാര് ഇങ്ങനെയൊക്കെ ഓരോ ഗോത്രങ്ങളുണ്ട്. ഇവരൊന്നും വലിയ വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് വാസ്തു ആര്യഭടൻ ഭൂമിന്ന് അല്ലെ ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഏകകം കൊണ്ട് ഒരു തുലാസ് വെച്ചിട്ട് അളന്നിട്ടൊന്നും പറഞ്ഞൊന്നല്ല അയാള്. ആര്യഭടനാണല്ലോ, ഇത്ര ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഇത്ര ഫർലോങ് ഇത്ര കിലോമീറ്റർ ദൂരം അയാൾ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട് പണ്ടേ. അല്ലെങ്കിൽ രാമായണത്തിൽ വാൽമീകി മഹർഷി വിമാനസ്ഥാനവാഹിസിനാം പുഷ്പക വിമാനം എന്നുള്ള പദത്തെ പണ്ടേ ആചാര്യൻ എഴുതി വെച്ചു. അത്രയും ത്രികാലമായിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ബ്രഹ്മ സാന്നിധ്യത്തെ വായുവ്യത്തില് ഒരിക്കലും ഒരു സങ്കല്പം കൊടുക്കൂല. എപ്പോഴും ബ്രഹ്മൻ ഇപ്പോ ഇവരെ ജാതീയ പ്രകാരം ഒരു മൊകേര സ്ഥാനമുണ്ടെങ്കിൽ അതിന് ബ്രഹ്മരകുണ്ഠം എന്നതിന്റെ വായുവ്യത്തിലാക്കൂല, അതിന്റെ മുമ്പിലേ വെക്കും. വായുവ്യത്തിലാക്കുന്ന സ്ഥലം ഉണ്ടാവും, നമുക്ക് തോന്നില്ല അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ നേരെ എതിർഭാഗത്തിലുണ്ടാവും. ಇದು ನಿಖಿಲ್ನೈಟ್ ಮುಗೇರ ದೈವದ ಅದೇ ಎದುರುಡೆ ಅದೇ ಆ ಒಂದು ಬ್ರಹ್ಮನ ಗುಂಡ ಆ ಒಂದು ಸಾನ್ನಿಧ್ಯ ಇಪ್ಪತ್ತೆ അതിന് ಬೇತ ಓಳ ಭಾಗಗ ವಾಯುವ್ಯ ಭಾಗಗೋ ಅದು ದಕ್ಷಿಣ ಭಾಗಗೋ ആ രീതിയിൽ എപ്പോഴാ മൽപ്പ അതെ. അതിന് കാരണം അതൊരു ഗുരുസങ്കല്പമാണ്. നമ്മൾ ആദ്യം ഉണ്ടായത് എന്നല്ലേ ആദി എന്ന് പറഞ്ഞതിന് അർത്ഥം. അപ്പൊ ആദി എന്ന് പറയുന്ന ഒരു പ്രാധാന്യത്തെ കൊണ്ടാണ് അതിന് പൂർവ്വ ആശ്രയമായിട്ട് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് അതിനൊരു പ്രാധാന്യം. അതുകൊണ്ട് ഒരിക്കലും ഈ ബ്രഹ്മ സാന്നിധ്യം ഒരു ഭൂമിയിലെ പശ്ചിമത്തിലേക്ക് പോകില്ല, അതാണ് പൂർവ്വത്തിലേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചുരുളി കല്ലുരുട്ടി എന്ന് പറയുന്ന ആരാധിക്കുന്ന ഭാഗത്ത് അന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് അതിൽ കട്ടയാണോ ഉണ്ടായിനി, അല്ല അതില് ഈ പ്രത്യേക തരത്തിലില്ല ഈ നമുക്ക് ശിലകളിൽ ഏറ്റവും പ്രധാനം ഒന്ന് കാട്ടുകല്ലുകൾ അല്ലെങ്കിൽ ഈ കർക്കളത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള കൃഷ്ണശിലകൾ എന്ന് പറയുന്ന മലയാളത്തില് കർക്കളയാണല്ലോ ഇതിന്റെ എല്ലാം ഒരു മൂലം എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കല്ലുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവില്ല. ಅವೇ ಬಂದ್ಕೊಂಡು ನಾವು ಅದೇ ಅವೇ ಬಂದ್ಕೊಂಡು ನಾವು ಆ ಒಂಜಿ ಭಾಗಡ್ അതിക്ക് സംബന്ധപ്പെട്ട കല്ലുകൾ ഇത്തുണ്ട്. ആണ്ട് അതിന് നമ്മ പ്രശ്ന ചിന്തന മൽപ്പണാಗ ആത്ത് ರೀತಿ സൂക്ഷ്മതയുടെ നമുക്ക് പ്രശ്ന ചിന്തന മൽത്തത് അത്ത് നമ്മ അവളെ പ്രതിഷ്ഠാ കർമാദികൾ മൽത്തതിനെ നൽകണം. ಅಂದಂದು അതെ, അത് എന്തായാലും അവിടെ സ്പഷ്ടമായിട്ടും അത് ദൈവജ്ഞൻ പറയേണ്ട വിഷയങ്ങളില്ല. എന്തുകൊണ്ട് ഈ പഞ്ചുരുളി കല്ലുരുട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഗൗഡ സാരസ്വതന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഹോസ്തുർക്ക് കാഞ്ഞങ്ങാടിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഒരുപാട് എൻ്റെ വീടിന്റെ അടുത്ത് മൊത്തം നിങ്ങളെ ജാതിക്കാർ നടുവിലാണ് ഞാനില്ല. യോഗേഷ് പ്രഭു, ദീപാ ഗോൾഡിന്റെ അവരൊക്കെ ബൽരാജ്, ഇവരൊക്കെ നമ്മളടുത്ത എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും നിങ്ങളെ സമുദായക്കാർ പഞ്ചുരുളിയിൽ കരുത് ആരാധിക്കുന്നില്ല.
ലക്ഷ്മി വെങ്കടേശ്വരൻ ഗണേശ ചതുർത്ഥിയിൽ ആചരിക്കുന്ന വിഷയങ്ങളാണല്ലത്. അതുകൊണ്ട് തുളുനാട്ടിൽ വന്നുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു. അത് തുളുനാട്ടിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കേരളത്തിൽ വന്നാൽ എറണാകുളത്തോ കൊച്ചിയിലൊന്നും നിങ്ങൾ ആൾക്കാർ തെയ്യൊന്നും കെട്ടുന്ന ആൾക്കാരൊന്നുമില്ല. തെയ്യം അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട്? പണ്ടത്തെ നിങ്ങളുടെ മഠത്തിന്റെ പുരോഹിതന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പൗരോഹിത്യം പ്രകാരം പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഈ പഞ്ചുരുളി കല്ലുരുട്ടി എന്ന് പറയുന്ന സാന്നിധ്യം ഈ ബ്രഹ്മ സാന്നിധ്യമാണെങ്കിൽ അതില് നിങ്ങൾ പഞ്ചുരുളി കല്ലുരുട്ടിയായിട്ട് അതിന്റെ സങ്കല്പം കൊടുത്തു കഴിഞ്ഞാൽ ജ്യോത്സ്യർക്കല്ല ദോഷം വരുന്നത്, കർത്ത കാര്യതി ആരാണത് ചെയ്യിക്കുന്നത്? ആ പരമ്പരക്കാണ് അതിന്റെ ദോഷം വരുന്നത്, ജ്യോതിഷനല്ല. കാരണം ഇതിന്റെ ഈ പറഞ്ഞ ഈ കല്ലുണ്ടായ അതിന്റെ പ്രാദേശികമായി ഞാൻ പറഞ്ഞു 3 ഉണ്ട്. ആടെ 2 കല്ലുണ്ടെങ്കിൽ 3ാമത്തെ ഉപാധിയാണ് അതിന്റെ തൊട്ട് നിൽക്കുന്ന ഈ വനത്തില്. പണ്ടത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ എന്തോ ദോഷങ്ങൾ മനസ്സിലാക്കിയിട്ട് കുറെ കാലങ്ങളോളം ഈ മഞ്ചം പോലുള്ള കാര്യങ്ങൾ കഴിച്ചു. അതിന്റെ അടുത്താണിത്. ഈ മഞ്ചവും ഈ പഞ്ചുരുളി കല്ലുരുട്ടിയോണ്ട് നിങ്ങൾ ആരാധിക്കുന്ന കല്ലും വേണ്ട ദൂരമല്ല. അന്യോന്യം പുനരാസ്യ ഉച്ച ഒരുമിച്ചുള്ള ഒരു മീനദ്വയം അടുത്തടുത്ത് വരും. ಅವು ಗಿಟ್ಟ ಗಿಟ್ಟ ಬರ್ಬಿಡ ಇದು ಕಂಜೂರ್ಲಿ ಕಲ್ಲುಟ್ಟಿ ಪಂಡದು ಆರಾಧನೆ ಮಲ್ಪುಣಲ್ಲ ಅವೇ ತರ ಇದೆ ಏರಿಯಾಕ್ಲಿ ಈ ಮಂಜ ಕಾರ್ಯಗಳು ಮಾತ್ರ ಇದ್ರೆ ಅವು ಮಸ್ತು ದೂರ ಇಪ್ಪ ಅಂತ. അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് അത് മനസ്സിലായി. ഇവിടെയാണ് എന്തോ ബ്രഹ്മരെ എന്തോ വിഷയം. ഇത് നമുക്കൊന്നും ആക്കാൻ പറ്റില്ല. അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ എല്ലാം ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു ദൈവം, അത് ഞങ്ങൾ ഈ പ്രാദേശികമായിട്ട് എല്ലാവർക്കും രക്ഷ കൊടുക്കണേ ദൈവങ്ങളെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇത് ശരിക്കും പറഞ്ഞാല് ഇന്ന് ഈ ദൂതന്മാര് വരച്ച രേഖ ഓർമ്മയില്ല നിങ്ങൾക്ക്? രേഖ എങ്ങനെ വരച്ചതെന്ന് ഇനി ഇതിന്റെ ദൂത്ത് എന്നാക്കി അതെ ഒഞ്ച് രേഖ ഈ പേരുണ്ട്. അങ്ങനെ 4 ಪಾಯಿಂಟ್ ಪಾಡ್ದು അങ്ങനെ വരച്ചത്? ഏടുന്ന രേഖ വരച്ചത്? ഓ രേഖ വിട്ട് ನೆನಪುಂಡ ഏത് രേഖ? ഓ രേഖ വിട്ട് ನೆನಪುಂಡ ദക്ഷിണ രേഖ വിട്ടത് കന്നിയും തുടങ്ങിയതാ. കണ്ണിയും തുടങ്ങിയത് ഉൾപ്പെടുത്ത സുറാത്തിന് ഇങ്ങനെയല്ല, ഇങ്ങനെ നേരെ പറ. ഇന്ന് രാവിലെ വരച്ച ഓർമ്മയില്ലേ? ആദ്യത് ಕರ್ಣಣ್ಣ ಒಂಚು ಮೋರೆ ಮಾಡ್ದೆ ಇಂಚು ಮೋರೆ ಮಾಡ್ದೆ ಇಂಚು ആയിക്കോട്ടെ. നമുക്ക് ആരി വരച്ചത് സഹായദൂതന്റെ രാശി ദൂതപതി ചൊവ്വ അംശകിക്കുന്ന രാശി കൊണ്ട് സഹായദൂതനെ ചിന്തിക്കാം. സഹായദൂതന്റെ രാശി കന്നി രാശി. അപ്പൊ കന്നിന്ന് ഇങ്ങനെ വരക്കണം, ഇങ്ങനെയല്ല, ഇങ്ങനെ അങ്ങോട്ട് പശ്ചിമത്ത് പൂർവ്വത്തിലേക്ക് വരച്ചല്ല പറയുന്നത്. കന്നിയിൽ നിന്നും മിഥുനത്തിലേക്ക് വരക്കണം. അതായത് ഇങ്ങനെ വരച്ചു അല്ലേ? അതന്നെ പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിഖിത സൗമ്യരേഖം പ്രാക്കതിനൂലം ധനാഗമ വാരുണിതി രോഗാപ്തി രഞ്ജിതി സന്തതി യാമരേഖ ദിവാവി. യാമരേഖ എന്ന് വെച്ചാൽ അതായത് ഈ സ്ഥാനം വിട്ട് ആ വീടുണ്ടല്ലോ നിങ്ങളൊരു തറവാട് ആരൂടുണ്ടല്ലോ, ഈ ഭൂമിക്ക് സംബന്ധപ്പെട്ട വ്യക്തികൾക്ക് പ്രാധാന്യത കൊടുക്കുന്ന വീടിന്ന് നേരെ ഒരു രേഖ വരച്ചാൽ എവിടെയെത്തോ അവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു വര മൊത്തം ഈ സാന്നിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു വരിയാണെന്ന് തന്നെ പറയണം. ആടെ നേരെ ഒരു രേഖ വരച്ചാൽ ആടെന്തോ ജലാശയങ്ങളോ എന്തെങ്കിലും കുളങ്ങളോ കിണറുകളോ പൗരാണികമായിട്ടുള്ള എന്തെങ്കിലും ജല ഉപാധികൾ ഉണ്ടെങ്കിൽ ആടെന്ന് തുടങ്ങി ഈ ഈശാന്യം വരെ ഈ സാന്നിധ്യ സംബന്ധികൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു ചരട് പോലെ, അതായത് ഒരു വര വരച്ച പോലെ. നമുക്ക് നല്ല സൂക്ഷ്മത തുയറുണ്ട് ആണ്ടല നമുക്ക് ദൂത്തേരെ രേഖ വെച്ചിന് ദക്ഷിണ രേഖ പണ്ട കണ്ണിടുത് നമുക്ക് പൂർവാക്ക്. അപ്പ ഈ ദക്ഷിണ ಬರ್ಪುಣವಾದೆ ಈ ಭೂಮಿಗೆ ಸಂಬಂಧಪಟ್ಟ ವ್ಯಕ್ತಿಗಳ ತರವಾರ್ದ ಇಲ್ಲಿ. ಅಪ್ಪ ತರವಾರ್ದ ಇಲ್ಲದ ಆ ಸೈಡ್ ಇಂಚ ಹೋಯ್ತಂಡ ಕೊಡೆಗೆ ಪೂರ್ವ ಆಗ್ನೇಯವಾದ ಅಲ್ಪಡ್ದು ಇಂಚ ನೇರ ಈಶಾನ್ಯಗೆ ಹೋಯ್ತಂಡ ಅದೇ ಆ ಒಂಜಿ ಕಲ್ಲುರ್ಟಿ ಪಂಜುರ್ಲಿ ಇತ್ತೆ ಇಪ್ಪುನಂಚಿನ ಸ್ಥಿತಿ ತಾಡೆಗೆ ಇತ್ತು. ಅಪ್ಪ ಒಂದು ಮಾತ್ರ ಪರಸ್ಪರ ಒಂಜಿ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟನಂಚಿನ ವಿಷಯಗಳು ಇಪ್ಪುನಿಂದ ಬರ್ತಾಯಿ. ಅದು ತೆನ್ನ ರೇಖೆಡ ಅಂಚ ತೋರಿಸ್ಬೋದು. അപ്പൊ അങ്ങനെയാണ് ആ ബ്രഹ്മനിൽ നിന്നും ലയിച്ച എന്തെങ്കിലും സാന്നിധ്യങ്ങള്
ഈ രേഖ മുട്ടുന്നിടത്തുണ്ടാവണം. അപ്പൊ ആ ബിംബെന്നൽപ്പടുത് അതെ ದಕ್ಷಿಣ ಆಗ್ನೇಯವಾದ ನಮಕ್ ಅವಳು ಅದೇ ನಿಗಲ್ನ ಈ ಮುದ್ದ ಕಳಲ ಬಂದ್ಬಿಡಂಚಿನ ಅವನಿ ಸಾನ್ನಿಧ್ಯ ಶಕ್ತಿ ಐಕ್ಯ ಐನಂಚಿನ ಜಾಗೆಯಿಂದ ಪರೊಡೈನ ನೇರವಾದ ನಮಕ್ ಆ ಗುಂಡದ ನೇರ ദക്ഷിണവാദ പൊതു ഐക്യത്തിനുള്ള വിഷയമാണ് പറഞ്ഞത്. ദക്ഷിണത്തിലെ ഐക്യവും ദക്ഷിണത്തിലെ മരണായ മന്ദഹ, മരണം അല്ലെങ്കിൽ ഒരു സമാധിയാവുന്നത് എപ്പോഴും ദക്ഷിണത്തിലാണ്. ഒരു സന്യാസിയായാലും അയാൾ ശങ്കരാചാര്യരായാലും എല്ലാം സമാധിയായത് ദക്ഷിണസ്ഥേന വാമേന ഫലാനീജ വിനിർദ്ദിശയത്, അതായത് ദക്ഷിണ ഭാഗത്ത് തന്നെയാണ് സമാധികൾ ഉണ്ടാവില്ല. ദൈവക്കരുവായ ആൾക്കാർ, സാധാരണ മനുഷ്യരല്ല, ദൈവക്കരുവായ മനുഷ്യർ സമാധിയാവലപ്പോഴും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മര കുണ്ഠം എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും നേരെ ഇദ്ദേഹം വരച്ച രേഖ കൊള്ളുന്നത് എവിടെയാണോ ആഗ്നേയത്തിലാണ്, അതായത് കന്നി എന്ന് വരച്ച അഗ്നി. അപ്പൊ ഇതിന്റെ നമ്മൾ ഇരിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ ആ വീടിന്റെയോ നേരെ അഗ്നിഭാഗത്തായിട്ട് ഈ എന്തോ സാന്നിധ്യം ലയിച്ച ഒരു ജലാശയം ഉണ്ട് തന്നെ പറയണം. ಅವಾಗ ಆ ಭಾಗಡ್ ಸಾನ್ನಿಧ್ಯಗಳು ಐಕ್ಯ ನಂಚಿನ ಆ ಒಂಜಿ ಜಲಾಶಯ ಪನ್ಪುಣವು ಆ ಒಂಜಿ ಆಗ್ನೇಯ ಭಾಗಡ್ ಉಂಡು ಹೊರಡೈನ. ಅವಳು ಆ ಬಿಂಬೆರ್ನ ಆ ಗುಂಡದ ಅದೇ ಸಾನ್ನಿಧ್ಯ ಶಕ್ತಿ ಆ ರೀತಿಲಿ ಒಂಜಿ ಐಕ್ಯ ಅವಳು ನಿಂತನ, ആ ಒಂಜಿ ಐಕ್ಯ ಅವಳು നിൽക്കുന്ന അതെ ആഗ്നേയ ദക്ഷിണ. കാരണം വെച്ചാൽ ഈ വരച്ചാളെ മനസ്സ് പറയുന്നത് ആ രേഖ വരക്കാനല്ല, അയാളെ അഭൂത മനസ്സുണ്ടല്ലോ, അയാളെ ഒരു ബോധോദയുണ്ടല്ലോ, അത് ആ രേഖ വരക്കാനല്ല പറയുന്നത്. പക്ഷെ അയാൾക്ക് ദൈവപ്രേരണ ആ രേഖ വരക്കാനാണ്. അയാൾ ആദ്യം ഐഡിയ അതല്ല, പിന്നെ അയാൾ ചേഞ്ച് ആക്കിയിട്ട് വരച്ചു എന്നാണ് പറയുന്നത്. അറിയണ ഫസ്റ്റ് ಅದನ್ನ ಬೇತೆ ರೇಖೆ ಒಯ್ಪುಡು എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്ഥിതി ആ ഒരു മനസ്സ് ചേഞ്ചസ് മതനെ ആ ഒരു ദൈവിക ശക്തി എന്ന് പറഞ്ഞു ആ ഒരു രേഖ വയ്ക്കുക. അയാളെ പ്ലാനിങ് അതല്ല, അയാളെ പ്ലാനിങ് ആ രേഖയല്ല, ഐഡിയ. ദൈവം പറയുന്നത് നീ അതന്നെ വരച്ചോ എന്നാലേ എന്റെ കാര്യം പറയൂ. ದೈವ ಬರ್ಬಿಟ್ಟು ಇದು ಐನೇ ಅವೇ ರೇಖೆನ ಒಯ್ತೋನ್ಲೆ ಅಂಚಂದಿದ್ರ ಎನ್ನ ಕಾರ್ಯಗಳು ಎಡ್ಡೆ ಸ್ಪಷ್ಟತೆ ಅದು ಬರು ಆ ವಿಷಯಗಳು ಮಾಡುವುದು. അതെ, പൂർവ്വഭാഗത്തിലെ രേഖയാണ് വരച്ചതെങ്കിൽ നമ്മൾ ഈ പൂർവ്വരേഖ കണക്ട് ചെയ്ത് വായുവ്യത്തിലേക്ക്, അതാണ് സാന്നിധ്യം എന്ന് പറയാം. അതല്ല ഇയാൾ നേരെ ഇങ്ങനെ ഇവിടത്തേക്ക് കണ്ടേക്ക്, ഇതിനപ്പുറം സാന്നിധ്യം പറയേണ്ടാന്ന് ഈ പിരിച്ചാവുണ്ടായാലും ഇവിടുത്തെ ഈ ഭൂമിയിൽ എല്ലാ ദൈവവും പറഞ്ഞു അങ്ങനെ വരച്ചാൽ മതി എന്ന്. കാരണം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളതാ ഒന്നും കൂടി സൂക്ഷ്മീകരിച്ച് നോക്കുന്നത്. കാരണം വെച്ചാൽ രേഖ വരയ്ക്കുന്ന സമയത്ത് അത് ഇദ്ദേഹത്തിന് മനസ്ഥാനത്ത് ഇയാളെ മൈൻഡിൽ ഉദിച്ച വരെയല്ല, ഇയാൾക്ക് കിഴക്ക് തന്നെയാണ്. ഇയാൾ ഐഡിയ മൊത്തം ഈ അരിയിലെ പൊടി അക്ഷതം പിടിക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്ത് വരക്കണം തന്നെ ആഗ്രഹം. പക്ഷെ വരയ്ക്കാൻ വേണ്ടി അയാൾ മണങ്ങുന്ന സമയത്ത് ദൈവം പറയുന്നത് ഈ ബ്രഹ്മരോ ഇങ്ങനെയുള്ള പരിവാര ദൈവങ്ങളെല്ലാം പറയുന്നത് വേണ്ട, വീടുന്ന് വരച്ചാലേ ജ്യോത്സ്യർക്ക് നിങ്ങളെ ഈ ഫലങ്ങൾ എൻ്റെ സമാധി സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മനിൽ ലയിച്ച സ്ഥലങ്ങൾ പറയാൻ പറ്റൂ എന്നുള്ളത് പ്രശ്നമില്ല. ಬಂಧುಗಳೇ ನಮಸ್ಕಾರ. ಈತನ ನಿಕ್ಲು ಈ ಒಂಜಿ ಪ್ರಶ್ನಾ ಚಿಂತನೆ ನಮ್ಮ ಮುಗಿಯಲು ಐಕ್ಯ ಆಯಿನ ಜಾಗತ ಈ ಬಿಮ್ಮೆರಗುಂಡತ ಜಾಗಟ್ ನಡತನಂಚಿನ ಸ್ವರ್ಣ ಪ್ರಶ್ನತ ಚಿಂತನೆತ ಕೆಲವೊಂಜಿ ಅಂಶಗಳು ನಿಕ್ಲು ತಿರಿಯೊಂಡದು. ನಿಕ್ಲೆ ಒಂಜಿ ಪೂರ ಈ ಒಂಜಿ ಪ್ರಶ್ನ ಚಿಂತನದ ಒಂಜಿ ನಕ್ಷೆ ಮಲ್ತದು ಇನ್ನೊಂಜಿ ತೆರಿಪಾಪುನಂಚಿನ ಸಮರ್ಥ ಎಂಚ ಗೆರೆ ಇತ್ತೇರು ವಾ ಬಾಗಟೆ ವಾ ಸಾನ್ನಿಧ್ಯ ಇಪ್ಪುನ ಎಂಚಾತು ಬತ್ತನ್ ಮುಲ್ಪ ಒಂಜಿ ಎಲ್ಲ ನಕ್ಷೆ ಮಲ್ಪದ ನಿಕ್ಲೆ ತೆರಿಪಾಪುನಂಚಿನ ಪ್ರಯತ್ನ ಮಲ್ತೊಂದಲ್ಲ. ಐಟೈತೆ ಅಕ್ಲು ದೂತ ಚಿಂತನೆ ಮಲ್ಪನಾಗ ಅಕ್ಲು ದೂತೆರ್ನಕ್ಲು ಪೋಯಿನ ಆ ಒಂಜಿ ಸಮಯ ಮುಖಾಕ್ಲು 3 ಜನ ಪೋಯಿನ ಐತ ಬಗ್ಗೆ ಚಿಂತನೆ ತೆರಿಯೊಂಡರು. ಐತೆ ಐತ ಮುಖ್ಯ ಬುಕ್ಕೊಂಜಿ ಭಾಗ ದೂತ ಚಿಂತನೆದ ಬುಕ್ಕೊಂಜಿ ಭಾಗ ಇನಿ ದೂತ ಚಿಂತನೆದ ಪ್ರಕಾರ ಅಕ್ಲೊಂಜಿ
ನಾಲ್ ಚುಕ್ಕಿ ಪಾಡ್ದಿಪ್ಪೇರು ಅರಿತ ಬಡಿಟ್ಟು ಪಂಡ ಮಂಡಲ ರಚನೆ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮ ಈ ಒಂಜಿ ಎಕಡೆ ಫಸ್ಟ್ದ ಭಾಗೊಟ್ಟು ಇಲಕನೆ ಆ ಚಕ್ರ ಮಧ್ಯಗೂ ಒಂಜಿ ಅರಿನ ಪಾಡ್ಲೆ ಎಂದು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತದೆ, ಅರಿ ಪಾಡ್ಲೆ ಎಂದು ಒಂಜಿ ಅಕ್ಲು ಪ್ರಶ್ನೆ ತಾರ ಪನ್ಪೇರು ಆಯ್ತು ತಾರೆ ಪ್ರದಿದ್ದಿಪ್ಪೇರು ಅವೇ ಚಕ್ರ ಮಧ್ಯದ ಪಂಡ ಮಂಡಲ ಬುಡ್ಪೇರು ದುಂಬು ಐಕ್ ನಾಲ್ ಚುಕ್ಕಿ ಪಾಡ್ದಿಪ್ಪೇರು ಅರಿತ ಬಡಿಟ್ಟು ಐಟು ಒಂಜಿ ಗೆರೆನು ರಡ್ಡಿ ಚುಕ್ಕಿನ ಸೇರ್ಸತ್ ಒಂಜಿ ಗೆರೆ ಒಯ್ಪೋಡು ಒಂದು ಪಂತಿಪ್ಪೇರು ನಿಕ್ಲೆಗ್ ಈ ಮಂಡಲದ ಈ ಕರ್ಣನೆ ಮುಳ್ಪಾಡ್ತು ಈ ಡೇಗೆ ಗೆರೆ ಒಯ್ತೇರು ಬೊಕ್ಕ ಈ ಮಂಡಲ ಎಂಚ ಇಪ್ಪುಂಡು ನಿಕ್ಲೆಗೆ ಮಿತ್ತು ವಿಡಿಯೋಡು ತೋಜೊಂದಿಪ್ಪೆ ಅಪಗ ಪನ್ನಗ ಮಕ್ಳು ದೂತರು ಏರು ಈ ಹೇಳಿಕೆ ಕೊರಿಯರ ಪೋಯಿನ ಮೂಜಿ ಜನಟಿ ಏರಂಟ ಓದಿ ಐನು ಗೆರೆ ಒಯ್ಪೇರು ಪಂಪೇರು ಅಂಚಿತನ ಆ ಸಂದರ್ಭ ತುಲೆ ಒಂದು ಪ್ರಶ್ನೆದಾರ ಕುಳುದಿಪ್ಪಿನ ಜಾಗ ಮುಲ್ಪ ಪ್ರಶ್ನೆದಕ್ಲು ಕುಳುದಿಪ್ಪಿನ ಜಾಗ ಇಂಚಿಗೆ ಪೂರ್ವ ಈ ಪೂರ್ವ ದಿಕ್ಕಡು ಮೂಲು ಇಂಚಿಗೆ ಮುಕ್ಲೆ ಪ್ರಶ್ನೆದಾಗ್ಲೆ ಮೊರೆ ಬಾರದು ನಮ್ಮ ಮೊಗೇರ ಬಾಂಧವರು ಮುಲ್ಪ ಈ ಸೈಡ್ಲ ಕುಳುದಿಪ್ಪೇರು ತರವಾಡದಲ್ಲಿ ಸಂಬಂಧಪಟ್ಟ ಬೋರ್ಕರ್ ಫ್ಯಾಮಿಲಿ ತಕ್ಲು ಈ ಸೈಡ್ ಇಂಚ ಕುಳುದಿಪ್ಪೇರು ಯಾಕಡೆ ಅಕ್ಲು ಪಣ್ಣಂಚನೆ ಈ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂಚನೆ ಮುಲ್ಪ ಈ ಜಾಗೆಗೆ ಈಶಾನ್ಯ ದಿಕ್ಕಿಟ್ಟು ದಾದನ ಒಂಜಿ ಸಾನ್ನಿಧ್ಯ ಪಂಡ ಪುರಾತನ ಕಾಲತ ಒಂಜಿ ಕುರುಹುಳುಲ್ಲ ಅಂತ ಪನ್ಪುಣಂಚಿನ ಒಂಜಿ ಪಾತ್ರ ಪಂಡ ರೈಟ್ ಮೂಜಿ ತುಂಡಾತ್ ಬೂರ್ದುಂಡು ಅವು ಶಿಲಕಲ್ಲ ಅತ್ ಕಾಡು ಕಲ್ಲ ಎಂಚಿನಂದು ಒಂಜಿ ಮೂಜಿ ತುಂಡು ಆತು ಈ ಭಾಗಟ್ಟು ಉಂಡು ಅವು ಈ ಭಾಗಟ್ ಇಪ್ಪುನಂಚಿನ ಅಕ್ಲ ಕಡೆ ಪಂಡಲಕನೆ ಈತ ಈಶಾನ್ಯ ಭಾಗಟ್ ಅವು ಕಲ್ಲುರ್ಟಿ ಪಂಜುರ್ಲಿನ ಕಟ್ಟ ತುಂಡು ಮೂಲೆ ಈ ನೆರೆ ಐತ ಈ ಕಲ್ಲುರ್ಟಿ ಪಂಜುರ್ಲಿ ಸಾನ್ನಿಧ್ಯ ಕೈತಲ್ಲೇ ಮೂಲ ಮಂಜ ಮಂತ ಐತನ ಜಾಗೆಲ್ಲ ಉಳ್ಳೈನಂದು ಯಾಕಡೆ ಪ್ರಶ್ನೆ ಪಂಡೇರು ಅವೆಲ್ಲ ಕೊಟ್ಟು ಈ ದೂತ ಚಿಂತನದ ಪ್ರಕಾರ ಐತೆ ಈ ಗೆರೆ ವೈಪುನ ಈ 4 ಚುಕ್ಕಿ ಮಂಡಲಗೆ ಪಾಡ್ಯಾರ 4 ಚುಕ್ಕಿ ಪಾಡ್ದಿಪ್ಪೇರು ಅರಿತ ಪಡಿಟ್ಟು ಅವಿಟ್ಟು ಕರ್ಣಾಕರ ಪಲ್ಲ ತಡಕಾರು ಈ ಚುಕ್ಕಿ ಇಡ್ತು ಸರಿ ಇದು ಅನ್ಲಿ ಈ ಚುಕ್ಕಿ ಇಡ್ತು ಈಡೆಗೆ ಗೆರೆ ವೈಪೇರು ಮುಳ್ಪಾಡ್ದು ಈಡೆಗೆ ಗೆರೆ ವೈಪೇರು ಗೊತ್ತಂಡತೆ ನೈಋತ್ಯ ದಿಕ್ಕು ಹಿಡಿದು ಆಗ್ನೇಯ ದಿಕ್ಕಿಗೆ ಇಂಚ ಪಂಡ ಒಂದು ಉತ್ತರ ಒಂದು ದಕ್ಷಿಣ ಒಂದು ಪೂರ್ವ ಒಂದು ಪಶ್ಚಿಮ ಒಂದು ಈಶಾನ್ಯ ಒಂದು ಆಗ್ನೇಯ ಒಂದು ನೈಋತ್ಯ ಒಂದು ವಾಯುವ್ಯ ಇಂಚ ಪ್ರಕಾರ ಅವಾಗ ಕಣ್ಣಿ ಮೂಲೆ ಹಿಡ್ದು ಈ ನೈಋತ್ಯ ದಿಕ್ಕು ಹಿಡ್ದು ಆಗ್ನೇಯಾಗಿ ಗೆರೆ ವೈಪೇರಿ ಇಂಚ ತೂವನ್ಲೆ ಇಂಚ ಗೆರೆ ವೈಪೇರಿ ಪ್ರಶ್ನೆದಾರಕ್ಕೆ ಏನು ಇದು ನಿಜವಾದ ಮನಸ್ಸಿಡಿತ್ತಿನ ಆಲೋಚನೆ ಬೇತೇನೆ ಇರು ಅಂಚ ವೈಪೇರ ಪೋಯಿನೇ ಅತ್ತು ಇರ್ನ ಮನಸ್ಸಿಡಿತ್ತಿನ ಆಲೋಚನೆ ಬೇತೇನೆ ಅಪಗ ಕರ್ಣಾಕರ ಪಳ್ಳದಾರ ಕಾರ ಪಂಪೇರು ಅಂದು ಯಾನು ಈ ಭಾಗ ಅಡ್ದು ಈಡೆಗೆ ಒಯ್ಪೋಡು ನಾನು ಈ ಆಗ್ನೇಯರ್ದು ಈಶಾನ್ಯಗೆ ಒಯ್ಪೋಡು ಯಾನು ಚಿಂತನೆ ಮಲ್ತೊಂದು ಪೋಯಿನ ಅಂಡ ಅಡಿಗೆ ಎತ್ತಿನಾಗ ಅರೇನು ಪ್ರಶ್ನೆದ ಪ್ರಕಾರ ದೈವಜ್ಞರ ಪನ್ನ ಪ್ರಕಾರ ಈರೇನು ದೈವಲೇ ಈರೇನು ಮನಸ್ಸು ಬದಲಾವಣೆ ಮನ್ಪಾತು ಈರ ಮನಸ್ಸು ಸಂಕಲ್ಪ ಮಲ್ಪಾತು ಈ ಚುಕ್ಕಿ ಹಿಡಿದು ಈಡೆಗೆ ಗೆರೆ ಒಯ್ಪೇರ ಪಣ್ಣ ದಯವಂಡ ಮುಳ್ಪಾಡ್ದು ಈಡೆ ಒಯ್ತಿರ ಮಾತ್ರ ನಮ್ಕ ದೈವಜ್ಞರಿಗೆ ಮುದ್ದಗಲೆ ಐಕ್ಯ ಐನ ಜಾಗತ ಸರಿಯಾಯಿನ ಭಾಗ ಬೊಕ ಬಿಮ್ಮೆರಗುಂಡತ ಸರಿಯಾಯಿನ ಭಾಗ ಈ ಪ್ರಶ್ನೆದ ಮುಖಾಂತರ ತಿರಿದು ಬರ್ಪುಂಡು ಆ ದೈವಲು ಇರ ಮೇರೆಗೆ ಒಂಜಿ ಮನಸ್ಸು ಪುಟ್ಟೆನು ಮುಳ್ಪಾಡ್ದು ಆರು ಈಡೆಗೆರೆ ಒಯ್ತಿರ್ನ ಅಂಟ ಅವು ಪ್ರಶ್ನೆದಾರಿಗೆ ಈ ಸಾನ್ನಿಧ್ಯಗಳು ತೆರಿದು ಬರ್ಪೂಜೆ ಅಂತ ದೈವ ಸಂಕಲ್ಪ ಅವರ ಪ್ರಕಾರ ಆರೆಗೆ ಈ ಚುಕ್ಕಿ ಹಿಡಿದು ಈ ಚುಕ್ಕಿಗೆ ಒಯ್ತಾರೆ ಅಂಚತಾರ ಈ ಚುಕ್ಕಿ ದಿಶ ಅಂಚಿನ ಮಂಡ ಈ ಪ್ರಶ್ನೆದಾಗ್ಲ ಕುಳ್ಳನ ದಕ್ಷಿಣ ಭಾಗ ಮುಲಾಗ್ನೇಯ ಉಂಟದಲ್ಲಿ ಅವ ನೆಕ್ಸ್ಟ್ ದಕ್ಷಿಣ ಭಾಗ ಮುಲ್ಪ ಅಕ್ಲನ ತರವಾಡು ಬೋರ್ಕರ್ ಫ್ಯಾಮಿಲಿದ ತರವಾಡು ಇಲ್ಲಿ ಮುಳ್ಪೊಳ್ಳೈನೆ ತರವಾಡು ಇಲ್ಲಿ ಈ ತರವಾಡು ಇಲ್ಲದ ಈ ಭಾಗ ಅಡ್ದು ನೇರವಾದ ಇದೇ ಗೆರೆ ಒಯ್ತಂಡ ನಾನು ಗೆರೆ ತೊಯ್ಪವೆ ಮುಳ್ಪಾರ್ದು ಈಡೆಗೆ ಒಂಜಿ ಗೆರೆ ಒಯ್ತಂಡ ಈ ಭಾಗ ಅಡ್ದು ನೇರವಾದ ಈಡೆಗೆ ಒಂಜಿ ಗೆರೆ ಒಯ್ತಂಡ ಮುಳ್ಪಾರ್ದು ಸರಿ ಈಶಾನ್ಯಾಗಿ ಇಂಚ ಈತ್ ಜಾಗೆ ಉಂಡತೆ ಈತ್ ಜಾಗೆ ಅವು ಈ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟನ ಒಂಜಿ ಜಾಗ ಅಂದು ಐಟ್ ಪುರಾತನ ಕಾಲೊಡ್ತೆ ಇತ್ತನೊಂದು ತೆರಿದು ಬರ್ಕೊಂಡು ಅಂಚ ಈ ಭಾಗ ಹೊಡ್ತು ನೈಋತ್ಯ ಆಗ್ನೇಯ ಹೋಯ್ತಿನ ಈ ಭಾಗಟ್ಟು ಒಂಜಿ ಜಲಾಶಯ ಆತಂದ ಕೆರೆ ಗುಯಲಿ ಇಂಚಿನ ಭಾಗ ಉಂಡು ಅರ್ಪನ್ಪೇರು ಈ ಭಾಗಟ್ಟು ಈ ಭಾಗನೇ ಮುದ್ದ ಕಳೆರು ಐಕ್ಯೈನ ಜಾಗ ಮುಲ್ಪ ಬಿಮ್ಮೆರಗುಂಡ ಐತಿನಂತಿನ ಜಾಗ ಈ ಈಶಾನ್ಯಟ್ ಇತಕ್ಲು ಮೂಲು ಪಂಜೂರ್ಲಿ ಕಲ್ಲುಟ್ಟಿನ ಕಟ್ಟ ಉಂಡು ಪಂಡಿರತ್ತೆ ಅವೇ ಜಾಗಟ್ಲ ಒಂತ ಚೂರು ಅಂಚಿ ಒಂಚೂರು ದೂರಾಡು ಮಂಜ ಕಟ್ಟ ಇಂತಿನ ಜಾಗ ಎಲ್ಲ ಉಳ್ಳೆ ಈ ಬಿಮ್ಮೆರಗುಂಡ ಐತಿನ ಸಾನ್ನಿಧ್ಯಲ ಆ ಮೂಜಿ ತುಂಡಾತ್ ಬೂರ್ದಿತ್ತಿನ ಜಾಗಲ ಮೂಲೆ
అంటే ಒಂಜಿ ಬಿಮ್ಮೆರಗುಂಡ ಇತ್ತನಂಟ ಈ ಜಾಗಟ್ ಒಂಜಿ ಇತ್ತನಂಟ ಬಿಮ್ಮೆರಗುಂಡದ ಒಂದು ಪೂರ್ವ ಒಂದು ಪಶ್ಚಿಮ ಒಂದು ಉತ್ತರ ಒಂದು ದಕ್ಷಿಣ. ಈ ಬಿಮ್ಮೆರಗುಂಡದ ಈ ಗೆರವ ಇತ್ತಿನ ಪ್ರಕಾರ ದಕ್ಷಿಣ ಭಾಗಟ್ ಈ ದೈವಿಕ ಶಕ್ತಿ ಇತ್ತಿನಂಚಿನಕ್ಲು ಸನ್ಯಾಸಿಲಾದಿಪ್ಪು ಒಂಜಿ ದೈವ ಶಕ್ತಿ ಪಡೆಯಿನಕ್ಲು ಅಕ್ಲನ ಪೂರ ಒಂಜಿ ಸಮಾಧಿ ಆಯ್ನವು ಅತರ ಐಕ್ಯ ಆಯ್ನ ಭಾಗ ಪೂರ ಮಾಂತ ಒಂಜಿ ಇತಿಹಾಸ ಪ್ರಕಾರ ಅವು ದಕ್ಷಿಣಡೆ ಅಂಚಾತವರ ಈ ಮುಕ್ಳ ಈ ಮುದ್ದ ಕಳೆಯರ್ಲಕ್ಲೊಂಜಿ ದೈವಿಕ ಪುರುಷರಕ್ಲ ದೈವ ಶಕ್ತಿ ಇತ್ತಿನಕ್ಲು ದೈವಿಕ ಶಕ್ತಿ ಇತ್ತಿನ ಅಕ್ಲ ಈ ದಕ್ಷಿಣದ ಈ ಭಾಗಟು ಈ ಕೆರೆಟ್ಟೆ ಮುದ್ದ ಕಳೆಯರ ಐಕ್ಯ ಆಯ್ನ ಅಂದ್ ನಿಕ್ಲಿಗೆ ಸ್ಪಷ್ಟವಾದ പ്രശ്നചിന്തനದ ಮೂಲಕ ತಿಳಿದು ಬರ್ತದೆ. ഞാൻ ചെയ്ത് 400 വർഷങ്ങൾക്ക് മുമ്പേയിലെ കഥകള് അല്ലെങ്കിൽ ഒരു 300 വർഷങ്ങൾക്ക് മുമ്പേയിലെ കഥകള് ഒരു അഷ്ടമംഗലത്തിൽ പറയുക എന്ന് വെച്ചാല് വലിയ പ്രയാസമാണ്. ഒരു 100 വർഷത്തിനുള്ളിലുള്ള കഥകള് 120 വർഷത്തിനൊരു മണ്ഡലം എന്ന് പറയാം. 120 വർഷത്തിനുള്ളിലുള്ള കഥകൾ പറയാൻ എളുപ്പമാണ്. അതിനപ്പുറം പറയുക വെച്ചാൽ വലിയ സാഹസമാണ്. കേരളത്തിലാണെങ്കിൽ 300 വർഷങ്ങൾക്ക് മുമ്പില് അഷ്ടമംഗലം പറഞ്ഞാൽ അവർക്ക് ജ്യോതിഷ പ്രതിഭ അല്ലെങ്കിൽ ജ്യോതിഷ തിലകം, ജ്യോതിഷ രത്നം ഇങ്ങനെയുള്ള ബഹുമതികളെല്ലാം കൊടുക്കും. തളിപ്പറമ്പ് രാജാവിലുണ്ടല്ലോ അരമനയും അങ്ങനെല്ലാം കൊടുക്കും. ഇവിടെ പിന്നെ ഇങ്ങോട്ട് കർണാടകത്തിൽ അങ്ങനെ അരമനകളുണ്ട്, പക്ഷെ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ കുറവ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വലിയ ഗൗരവമുള്ള പ്രശ്നമാണ്. അയാൾക്ക് തോന്നിയത് വരച്ച ഈ ഫലം പോവും. അയാൾ കൃത്യമായിട്ട് വീട് നാടത്തേക്ക് തന്നെ വരച്ചു. അതായത് ആടുന്നൊരു വര വരച്ചാൽ ആ അഗ്നിയിൽ തന്നെയാണ് ഈ ജലാശയം നോക്കിയോന്ന വരച്ചു. ഈ പറഞ്ഞ വെള്ളമില്ലത് ഒരു തെറ്റൂല, ഒരു കല പോലും ഒരു അങ്കുലം പോലും തെറ്റൂല. അത്രയും കാൽക്കുലേഷൻ ഈ ദൈവികമായ ശക്തികളാക്കി വെച്ചിട്ട് ഇപ്പൊ രണ്ടായി. ഒന്ന് ഈ പറഞ്ഞ ബ്രഹ്മ സാന്നിധ്യം, മറ്റൊന്ന് ഈ നമ്മൾ എന്ത് ഇതിലെല്ലാം ഒരു കഥകളുണ്ട്. ഇപ്പൊ നിങ്ങളെ ഗർഭദുഃഖങ്ങൾ വന്നത് കുറെ നോക്കണ്ട. നിങ്ങൾ ഇയാൾ പറഞ്ഞ് ഇന്നെ പ്രശ്നം തീർക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ഈ ഗർഭിണി നിങ്ങൾക്ക് നേരത്തെ ഗർഭദുഃഖങ്ങളോട് വെച്ചില്ലേ, അതിനൊരു 5 ദിവസം പറയേണ്ട സ്റ്റോറി ഉണ്ട്. പക്ഷെ ഇയാള് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ് ഇന്നെ പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നെ തീർക്കണം ചടപട പായണ്ടേ, മനസ്സിലായില്ലേ? ഇത് സൂക്ഷ്മമായിട്ട് പറയേണ്ടതാണ് പ്രശ്നം. പക്ഷെ ഇത് ഇദ്ദേഹം ദൈവത്തിനല്ല എന്നെ ഏൽപ്പിക്കുന്നത്, വേറെ ആരുമല്ല. എന്നെ ഈ പ്രശ്നം ഏൽപ്പിക്കുന്ന നിങ്ങളല്ല, ഇവരും അല്ല, ഭൂമിയിലെ ആൾക്കാരല്ലോ നിങ്ങളും അല്ല. എന്നെ പ്രശ്നം ഏൽപ്പിക്കുന്ന ദൈവജ്ഞനാണ്. ദൈവജ്ഞൻ എനിക്ക് തന്ന നിർദ്ദേശം 1 ദിവസം കൊണ്ട് സ്വർണ്ണപ്രശ്നം തീർത്തു കൊടുക്കണം എന്നാണ്. അപ്പൊ എന്തായാലും 1 ദിവസം കൊണ്ട് പറയാൻ കുറച്ച് പായേണ്ടി വരും. 1 ദിവസം കൊണ്ട് സ്വർണ്ണപ്രശ്നം തീർക്കാൻ അയ്യോ കഷ്ടം കേട്ടപ്പേക്ക് അറിയും അല്ലെ. 10-15 ദിവസം പ്രശ്നം പറയണം, എന്നാലേ ശരിയാവും. 1 ദിവസം പറയുന്നത് 15 ദിവസം പറയുന്നത് വ്യത്യാസമില്ലേ. അഷ്ടമംഗലം 8 ദിവസം പറയണം എന്നാണ് അങ്ങനെ കണക്ക്. ആയിട്ട് നമുക്ക് 1 ദിവസം കൊണ്ട് തന്നെ തീർക്കാം അല്ലെ. അങ്ങനെല്ലാം കുറെ ദൂരെ നിന്ന് വരുന്നത് അങ്ങനത്തെ എല്ലാം പ്രയാസം 1 ദിവസം തീർക്കണം. ദൈവം പറഞ്ഞാൽ തീർക്കാം, ദൈവം തീർക്കണ്ടാ തീർക്കൂല. എന്റെ കാര്യം ശരിക്കാക്കണം ദൈവം പറഞ്ഞാൽ അതിന്റെ വ്യവസ്ഥയാക്കണ്ടേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാന്നിധ്യം ആഴുണ്ട്. മറ്റൊരു ഉപാധിയാണ് ആദിത്യം നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഈ പറഞ്ഞതുപോലെ നിങ്ങള് ഈ മറ്റുള്ള 2 സാന്നിധ്യങ്ങൾ ഈ സമാധിയായ അഭൂത സാന്നിധ്യങ്ങളുണ്ട്. അതായത് ഒരു അമ്മക്കുണ്ടായ ഇരട്ട മക്കളെന്നെല്ലാം പറയാം, അല്ലെങ്കിൽ അല്ലെ ഒരു അമർജോക്കളെന്നോ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയാണ് ഈ മകരൻ രാശി വെച്ചാൽ രോമചിതവും മകരോമപ മകരോപമ ദൗതോ കോണകഥ ദ്വിമൂർത്തയ. കന്നി എന്ന് വരച്ചിട്ട്, കന്നി എന്ന് വെച്ചാൽ കോൺ രാശിയാണ്. കന്നി ദ്വിമൂർത്തയ. ദ്വിമൂർത്തി വെച്ചാൽ ഒരു ഗർഭത്തിൽ പ്രസവിക്കുന്ന 2 കുട്ടികൾ. അപ്പൊ ഈ ഗർഭദുഃഖം, ഒരു അമ്മ പ്രസവിക്കാൻ വിഷമുണ്ടാകുന്ന സമയത്ത് ആ അമ്മ ഈ ബ്രഹ്മനെ പ്രാർത്ഥിക്കുകയോ അങ്ങനെ ഉണ്ടാകുന്ന 2 കുട്ടികളായിരിക്കും ഇത്. അതിന്റെ ചരിത്രങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും അല്ലെ. അങ്ങനെ ആ കുട്ടികള് സമാധി അല്ലെങ്കിൽ ആ ദൈവക്കരുക്കള് നമുക്ക് ഇവിടെ സമാധി ആയിട്ടുണ്ടെങ്കിൽ 3ാമത്തെ സ്ഥലം നിങ്ങൾ മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇവരെ സംസ്കാരം നടത്തിയവരുണ്ട്, വേറെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇവർക്ക് സംസ്കാരാദികൾ നടത്തിയൊരു വനം വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വനം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ അത് ഫോറസ്റ്റ് പോലെ തന്നെ ഉണ്ടായി. അങ്ങനെയാണ് 3 എന്ന് പറയുന്നത്. ഒരേ സ്ഥലത്തിലെ 3 അല്ല പറഞ്ഞത്. ഇത് 3 ഖണ്ഡങ്ങളായിട്ട് നിൽക്കേണ്ടതാണെന്നാണ് അതിന്റെ ഫലങ്ങൾ. എന്നാലേ ഇത് പ്രകാശം ഉണ്ടാവും, അല്ലെങ്കിൽ ഇരുട്ടായിരിക്കും. ಯಾಕಡೆ ಬಂದಾಗ ಮೂಜಿ ರೀತಿಯಲ್ಲಿ ಕೆಲವು ನಮಗೆ ಆ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ವಿಷಯ ನಮಗೆ ತೋಚುನೆ. ಒಂಜೆ ಜಾಗದ 10 ಮೂಜಿನ ಒಂಜಿ ಬರ್ಪಣ ನಮಗೆ ಅದೇ ನಾಗ ಬ್ರಹ್ಮಣ ಬರ್ಪಣ ಆ ಸಾನ್ನಿಧ್ಯ ನಮಗೆ ಆ ಜಾಗದ ಪುನರುಳಿ ಅವೇ ಅಂತಂದದೆ 3
ಆ ಒಂಜಿ ಮುದ್ದ ಕಳೆಲ ಪಂಪುನಂಚಿನ ಐಕ್ಯ ನಂಚಿನ ಜಾಗದ ಪಂಡೊಲಿ ಅವು ಪಣಿಯರ ಕಾರಣ ಪಂಪುನದೆ ಇಂಬೇರನದು ಈ ರೇಖೆ ವೈದ್ಯನಾರನ ಜೀವನ ಇಲ್ಲ ಅದೇ ಗರ್ಭಾವಸ್ಥೆಯಲ್ಲಿ ಕೆಲವು ದುಃಖಗಳು ಬರ್ತದೆ ಅಪ್ಪ ಅವೇ ಲೆಕ್ಕ ಈ ಮುದ್ದ ಕಳೆಲ ಪಂಪುನ ಆ ಒಂಜಿ ಆ ಪೆದ್ದುನ ಸಮಯ ಕಾಲಘಟ್ಟದೆ ಆ ಒಂಜಿ ಅಪ್ಪೆಗಳ ಗರ್ಭಧಾರಣೆಗೆ ಅದರ ಸಮಸ್ಯೆನೋ ಅದರ ವೇದನೆನೋ ದಾನ ಬರ್ಪಣಿಸಿದ ಸಮಯ ಕಾಲಘಟ್ಟಡು ಅದೇ ಈ ನಾಗಬ್ರಹ್ಮಗ ಆ ಪ್ರಾರ್ಥನೆ ಮುಖೇನ ಅದು ಆ ಒಂಜಿ ಜೋಕುಲು ಜನನಾಪನೆ ಆ ಜೋಕುಲು ಜನನಾದ ಆ ಒಂಜಿ ಐಕ್ಯ ಏನಂಚಿನ ಜಾಗೆ ನಮಕ್ ಇಂಬೇರೆ ರೇಖೆ ಓಳು ಒಯ್ತು ದುಂತಾಯರೋ ಅವೇ ಭಾಗದ ನಮಕ್ ಸ್ಪಷ್ಟತೆ ಪರೋಡಾಯ್ ಆಂಡ ಅವಳು ಐಕ್ಯ ಆಂಡಲ ಆ ರೆಡ್ ಆ ದೈವಾಂಶ ವ್ಯಕ್ತಿಗಳೇನ ನಮಕ್ ಆಯ್ತ ಕರ್ಮಗಳು ಮಲ್ತನವು ಒಕ್ಕೊಂಜಿ ಓಲೋ ಗುಡ್ಡೆಲು ಒಂಜಿ ವನ ಮಲ್ಲೊಂಜಿ ಫಾರೆಸ್ಟ್ ಅಂಚಿನ ಒಂಜಿ ಜಾಗ ಇಡಲು ಅವಂಚ ಮೂಜಿ ರೀತಿಯಾದ ನಮಕ್ ಸಂಬಂಧಪಟ್ಟದು ಬರ್ಬೋದು ಒಂಜಿ ನಮಕ್ ಮೂಲಾಡು ಒಂಜಿ ಈಶಾನ್ಯಾಡು ನನ್ನೊಂಜಿ ಐತ ಇದು ಪೌರ್ಣಮಿ ಆಗುದಿಲ್ಲ ಅದು ಮೂಜಿ ಸೇರಣ ಮಾತ್ರ ಅವಳು ಪೌರ್ಣಮಿ ಆಪುಣೆ ಪೂರ್ಣ ಚಂದ್ರನ ಆಪುಣೆ ಅಂದ್ರೆ इथं ऐक्य आहे ना मूळ इथला कथे प्रकार इथले ಆ ಜಾಗೆ ಗೊತ್ತುಂಟು ಆದರೆ ಇಟ್ಲಿಗೆ ಚಿಂತನೆ ಬಂದಿದ್ದಲ್ಲ ಆ ಜಾಗದಲ್ಲಿ ಹೋದ ಆಗ ಅವು ಸರಿಯಾದ ಇಂಚಾನಿತ್ತೆ ಗೊಂದಲ ಬಂದಿದ್ದಾರೆ ಅವು ಎಂಟ್ಲ ನೆನೀತ ನಾವು ಆ ಜಾಗದ ಬೇತಕ್ನ ಇಂಚನೆ ಬೇತಕ್ನ ಜಾಗ ಇರ್ತವೆ ಇದನ್ನು ಚಿಂತೆಗದಿಲ್ಲ ಒಬ್ಬನ ಮುದ್ದಗಳಲ್ಲಿ ಗೌಡಮಾರ್ಗದ ಸಂಬಂಧ ಭೂಮಿಗಳು ಗೌಡ ಅಂದರೆ ಗೌಡ ಜಾತಿ ದಕ್ಕನ್ನ ಸ್ವಾಧೀನ ಉಂಟು ആദ്യത്തിനാണെങ്കിൽ ഗൗഡ സമുദായക്കാരെ അധികാരത്തിൽ ആ ഭൂമി ഉണ്ടാവണം. ಅಪ್ಪ ನಿಂಗಲು ಪೋಯಿನೈತೆ ನಿಂಗಲು ಪೋಯಿನಾಚಿನ ಜಾಗೆ ಈ ಗೌಡ ಬ್ರಾಹ್ಮಣಚಿನ ಜಾತಿ ದಾಖಲ ಕೈಟ್ ಉಂಟು ನಮಕ್ ಆದಿತ್ಯ ಗ್ರಹಣ ಚಿಂತನ ಮಾಡ್ಬಿಟ್ಟೆ ಆ ಜಾತಿ ಪ್ರಕಾರ ಒಂದು ತೂಂಡ ಗೌಡ ನಾಚಿನ ಜಾಗ ಇತ್ತ ಇನ್ನ ಬಗ್ಗೆ ಇದು ಅಕ್ಕನ ಬೇತೆದಿಗಿಡ ದೇಹ ಅನ್ಕೊಂಡು ಬೇತೆಗಿಡ ಮಂತನ ಜಾಗೆ ಅವು ಬೇತೆ ಗೌಡ್ರ ನಗಲ ಜಾಗೆ ಇಟ್ಟು ಉಂಡಂತ ಅವು ಅಂದ ಅಥವಾ ಅನ್ಕೊಂಡು ಅವ್ನು ಎಷ್ಟು ಕಾಲ ಮಾಡ್ಕೊಳ್ಳಿ ಅಂಡ ನೆಕ್ಲಿತೆ ಮೂಲ ಐಕ್ಯ ಆಯ್ನ ಜಾಗ ಎಂಕ್ಲೇದಿಲ್ಲ ಅವು ಬೇತೆ ಗೌಡ್ರ ನಗಲ ನೆಟ್ಟು ಉಂಡು ಮಾಡ್ಕೊಂಡೇನೆ ಕಾಕಿ ತಕ್ಕಲು ಪಣ್ಪೇರು ಊರ್ದಾಗಿ ಅಂಡ ಅವು ಅಂದ ಅಥವಾ ಅನ್ಕೊಂಡು ಎಂಕ್ಲೇದಲ್ಲ ಸರಿಯಾದ ಇಂಚನೆ ಪರಿಸ್ಥಿತಿ ಕೂಡ ಅದೇ ಐಕ್ಯ ಬೇತೆನೆ ತಲ ಪ್ರಶ್ನೆ ಇತ್ತು ಕೂಡ ಅಲ್ಲಿ ಅದು ಅಂದು ನಿಂತಿರಲ್ಲ ಅಗಲ ಹತ್ತಂದು ಬಂಡೊಂದುಲ್ಲೇದು ಎಂಕ್ಲ ಅಂದು ಬಂಡಿಲ್ಲ ಅಗಲ ಹತ್ತಂದು ಬಂಡ್ಪೇರದ ಐಕೆ ಎಂಕ್ಲ ಬಂಡ್ಪುಣ ಆಯ್ನ ಬಗ್ಗೆ ಬೊಕ್ಕ ಅಗಲಿಲ್ಲ ಎತ್ತದು ಅಗಲಿಲ್ಲ ಅದು ಪ್ರಶ್ನೆ ತೀಡೋಡತಿ ಅವು ಇತ್ತೆ ಎಂಕ್ಲೆ ಮುಲ್ಪದ ಮಾತ್ರ അല്ല അതെ ഈടെ ഉൾപ്പത മാത്രം പറഞ്ഞ കാര്യമില്ല ഈടെ വിഷയം എന്താ വെച്ചാല് ഇത് മൂന്നും കൂടിയാലേ ഇത് പൗർണമി ആവുന്നുള്ളൂ ഇത് മൂന്നും ഒന്നിച്ചെങ്കിലേ ഒന്നിച്ച് വ്യവസ്ഥയായെങ്കിൽ മാത്രമേ പൗർണമി ആവുന്നുള്ളൂ എന്നുവെച്ചാൽ സമാധി എന്ന് പറയാം ആ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട് ആടെ വലിയ പുഞ്ചോലം വളർന്നു വന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് സമാധി സ്ഥലത്ത് ಅದು ಗೊತ್ತುಂಟ ಎಂಕ್ಲೆಗಳ ಮನಸ್ಸಲ್ಲಿ ಉಂಟು ಸೇರ್ನಾಕ್ಲೆಗಳ ಅಂಚನೆ ಉಂಟು നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് ആടെ പുഞ്ചോലം വളർന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ಚೂರು ಪಿಂಚದಂತ ಅದು ಸೂಕ್ಷ್ಮವಾದ ತೂತಿದೆ ಎಂಕ್ಲ ಕೇಂದ್ರ ಜಾಗೆ ತೂತ ಅದು ಸೂಕ್ಷ್ಮವಾದ ತೂತಿದೆ ಇದು ಎಂಕ್ಲ ಸ್ವಾಮಿನ ಎಂಕ್ಲ ನೆನೆಂತರ ಜಾಗ ಐತೆ ಅಕ್ಲಿನ ಅಂತ್ಯಕ್ರಿಯೆ ಮಂತನ ಕಾಲ
ಆಟಗದಿನ ಜಾಗೆ ಎಂಕ್ಲ ನೆಲುತ್ತಿನ ತೂವಿನ ಜಾಗೆ ಅಂದ ಅರ್ಥ അത് നമുക്ക് രാശി വെച്ച് നോക്കേണ്ട കാര്യമാണ്. അത് ഈ പ്രശ്നത്തിൽ ആ ഭൂമിയിലെ കഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഗൗഡന്മാരുടെ കയ്യിലുണ്ട് നമുക്ക് പറയാൻ പറ്റും. ಅವೇ ನಮಕೈನ ಸ್ಪಷ್ಟತೆ ತೋಡ್ದಿದ್ರೆ ಐಕ್ಯ ರಾಶಿ ದೀರ್ಘ ತೋಡಾം ಅವಕ್ಕೆ നമുക്ക് രാശി ദീർഘരാപറ്റി ഈ പ്രകരണ മാത്ര കറിയോട് നമുക്ക് നമുക്ക് എല്ലേ മറ്റും ഉൾപ്പെടെ നമുക്ക് തോന്നുന്നേ 5 ಮೂಲೆ ಹತ್ತು ಒಕ್ಕೊಂಜಿ ಭೂಮಿ ಮತ್ತೆ ಅದೇ ಗುಡ್ಡ ಪ್ರದೇಶವಾದ ಇರ್ತದೆ. ಆ ಗುಡ್ಡ ಪ್ರದೇಶ ಇಲ್ಲಿ ಪಡ್ಕೊಳವು ಗೌಡ ಜಾತಿ ದಾಖಲೆನ ಕೈ ಇಟ್ಕೊಂಡು ನಮಕ್ ನೆಟ್ ಒಕ್ಕೊಂಜಿ ಭೂಮಿಯಿಂದ ವಿಷಯ ನಮಕ್ ಆತೆ ಬತ್ತು ಹೋಜು ಅಂತ ಮುನ್ಪಾಡು ఒక స్పష్టత అంత అర్థం తోడు నమ్మకం ఒక్క ఆడే పోయారు అప్పుడు ఆడల నమ్మకం రాశి దీర్ఘాలు తోడి ఆడ ఒక్క పడ్డతోనే ನಮ್ಮ ಪೌರ್ಣಮಿ ಇದೆ ಇಲ್ಲಿ ಹೋಯಿನ ದಿನ ಪೂರ್ಣ ಚಂದ್ರೆ ಅಪ್ಪ ನಮಗೆ ಪೂರ್ಣತೆ ಅವಡದಿತ್ತಂಡ ಖಾಲಿ ರೆಡ್ ದೋಷ ನೆತ್ತ ವಿಷಯ ಮಾತ್ರ ಆಂಡ ಆವಂದು ഈ മൂജിൽ ചേർന്നാൽ മാത്രം ഒരു പൂർണ്ണത ആവും. ബാക്കി നിങ്ങൾ മൊഗേർ എന്ന സമുദായം നിങ്ങൾക്ക് എവിടെയെല്ലാം നിങ്ങൾക്ക് താനവും അല്ലെങ്കിൽ മൂർ മൊഗേർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അങ്ങനെ നിങ്ങളെ മൂല സ്ഥലം പുനരുദ്ധാരണമായെങ്കിലേ മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ദേവന്റെ അനുഗ്രഹം കിട്ടും. അപ്പോൾ മൂലാവരുടെ പോണം. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കണം, നല്ലതാവും. ಅದೇ ಈ ನಾಗ ಬ್ರಹ್ಮನೊಟ್ಟಿಗದೆ ಮುಗಿಯಲ್ಲಿ ಪಂಪಣ ಐಕ್ಯಾಂಡು ನೆಕ್ಕಿಲ್ ಅದೇ ಮುಗಿಲು ಮುಗಿಯಲ್ಲಿ ಪಂಡದೆ ಆಣಗಟ್ಟದ ಆರಾಧನೆ ಮಂತ್ರ ಐಕ ಎದುರು ಭಾಗವಾದ ಬ್ರಹ್ಮಗೆ ಗುಂಡವಾದಕ್ಕೆ ಆರಾಧನೆ ಕೊಂಡಲ ಆ ದೈವದ ನಮಗೆ ಅನುಗ್ರಹ ಪರಿಪೂರ್ಣತೆಯಾದ ದಿಕ್ಕೊಡ್ತಿತ್ತಂದ ಆ ಮೂಲವಾಗಿ ನಂಚಿನ ನಾಗ ಬ್ರಹ್ಮಣ ಚೈತನ್ಯವನ್ನು ನಾವು ಜೀರ್ಣೋದ್ಧಾರ ಆವರು ಆಣ ನಿಂತರ ಮಾತ್ರ ಅವರು ಪರಿಪೂರ್ಣತೆ ಆತು. ಅಪ್ಪ ಅವು ಅವಡ್ದಿದ್ದಾನೆ ಈ ಮೂಜಿ ಜಾಗೆಲ್ಲ ಐದು ವಿಷಯದಿಂದ ಇದರೊಳಗೆ ವ್ಯವಸ್ಥೆ ಆದ ಮಾತ್ರ പൂർണ്ണത. പരസ്പരം ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ಮೊದಲು ಅಪ್ಪ ಕಲ್ಲೂರಿ ಪಂಜಿರ್ಲಿ ಪಕ್ಕಂತಿನ ಜಾಗೆ ಅವು ಬೆಮ್ಮೇರಿನ ಸ್ಥಾನನ ಹೆಚ್ಚಾಗಿ ಹೋಗಿ ಅವು ಒಲ್ಪ ಮತ್ತೆ ಕಲ್ಲೂರಿ ಪಂಜಿರ್ಲಿ ಕಟ್ಟೆ ಒಲ್ಪ പ്രശ്നത്തിൽ ഒന്നാമത്തെ പ്രകരണത്തിൽ ആടെ പൂർവികമായിട്ട് കല്ലുരുട്ടി പഞ്ചുരുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നില്ല. ആടെ ഇങ്ങനെയുള്ള എന്തോ സാന്നിധ്യങ്ങൾ ഉപാധികൾ കല്ലുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയേണ്ടത്. ഒന്നാമത്തെ പ്രകടനം അഷ്ടമംഗലത്തിൽ 3 പ്രകരണങ്ങളുണ്ട്. ഇത് ഒന്നാമത്തെ പ്രകടനമാണ്. അതായത് സമയചിന്ത എന്ന് പറയും. ഇനി ദൂതചിന്ത ഉണ്ട്, സ്വർണ്ണചിന്ത ഉണ്ട്. അതിലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഈ സ്വർണ്ണ പ്രശ്നത്തിൽ 3 ಪ್ರಕರಣമുണ്ട്. ಒಂಜಿನ ಪ್ರಕರಣ ಸಮಯಚಿಂತನೆ. ಈ ಸಮಯ ಚಿಂತನೆಡು നമുക്ക് ತೂಣಗದಾದ ಬಂದರೆ ಈಶಾನ್ಯ ಭಾಗಡು ಈ ಕಲ್ಲುಂಟಿ ಪಂಜುರ್ಲಿ ಪಟ್ಟಣದ ಸಾನ್ನಿಧ್ಯ ಶಕ್ತಿಗಳು ಅವಳು ಇಜ್ಜಾಗಲು ಬಂದ നമുക്ക് ಒಂಜಿನ ಪ್ರಕರಣ ಅವಳು ಬ್ರಹ್ಮಣ ಧರ್ಮ ನಾಗ ಬ್ರಹ್ಮಣ ಚೈತನ್ಯ ಪಂಪಣವು ಇರ್ತಿರೋದು ఒక ಮೂಜಿ ಪ್ರಕರಣಡು ಪರಿಪೂರ್ಣತೆಯಾದ ತಿಳಿದು ಬಂಧನ ಮಾತ್ರ ಅವಳು ನಿರ್ಧಾರ ಮಾಡ್ಕೊಳ್ಳಿ ಅದು ಆಯ್ತು ನಿರ್ಧಾರ ಮಾಡ್ಕೊಂಡು ಮಾಡ್ತಾರೆ ಆಪೋಸಿಟ್ ಅವೇ ಆಡಲ್ಲ ಇದು ಆಡಲ್ಲ ಅಂಚಾನೆ ಕೆಲವು ಸೂಕ್ಷ್ಮದ ಚಿಂತನೆ ಮಾಡ್ಕೊಂಡು ಬಂದಾಗ ನನ್ನ ದೂತ ಚಿಂತನೆ ಉಂಟು, ಐದುವಾಗ ಸ್ವರ್ಣ ಚಿಂತನೆ ಉಂಟು. ಒಂಜಿನ ಪ್ರಕಾರ ಹಿಡಿದುಕೊಂಡಾಗ ನಮಗೆ ಆ ರೀತಿ ಇಂಚದೊಂಜಿ ಕನೆಕ್ಷನ್ ಅದೊಂಜಿ ಕನೆಕ್ಷನ್ ಉಂಟು. ఒక ఐక్యానికి అదే ఇది మనకున్న జాగే బొక్కొని కాడెట్టు ಒಂಜಿನ ಪ್ರಕರಣ ನಮಗೆ ಅಯಂಚ రోజులు ನನ್ನ ದೂತ ಚಿಂತನೆ ನನ್ನ ಪ್ರಕಾರ ನಮ್ಮ ಚಿಂತನೆ ಮಾಡುವ ವಿಷಯಕ್ಕೆ అయితే బెటర్ కొడుకులు ఉండో ఇంచిన కూడచ్చు ఖాళీ ఒక్కడే పండారు ఒక్క తెలియదు వద్ద నాన్నకి కళ్ళు ఇస్తున్నారు ನಾವು ಕಲ್ಲುಂಟಿ ಮಂಜೂರು ಇಟ್ಟது ಆ ರೀತಿ ಆಟ ಬಂದಾರೆ ತೂಕ അതെ എല്ലാറ്റിലും നമുക്ക് സ്പഷ്ടതയാണ് വേണ്ടത്. നമ്മളാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ്.
നിങ്ങൾക്ക് നിങ്ങളെ പൗരാണികമായിട്ട് നിങ്ങളെ ഒരു തലമുറക്ക് മുമ്പേ ഇങ്ങനെയുള്ള പഞ്ചുരുളി കല്ലുരുട്ടി ദൈവങ്ങൾ ആരാധിക്കുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഒന്നുകിൽ നിങ്ങളെ മൂലം അങ്ങോട്ട് കുറെ അല്ലെ കുറെ ആൾക്കാർ ഗോവയിൽ നിന്ന് ചിലർക്ക് ആന്ധ്ര ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കഥകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചുരുളി കല്ലുരുട്ടി തുളുനാട്ടിൽ മാത്രമുള്ള ദൈവങ്ങൾ ആരാധിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കല്ലാണ് ഉണ്ടായത്, അത് സ്പഷ്ടമാണ്. കല്ലുണ്ടായതെന്ന് സ്പഷ്ടമാണല്ലോ. ഓ അതെ, സ്ഥലത്തിന്റെ കല്ലുരുട്ടി പഞ്ചുരുട്ടി ആണെങ്കിൽ അത് ആരെയാണ് സ്ഥലം? നിങ്ങളതോ പൂർവികമായിട്ട് തന്നെ ജൈനന്മാർക്കോ ബ്രാഹ്മണന്മാർക്കോ ആണെങ്കിലും കല്ലുരുട്ടി പഞ്ചുരുട്ടി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടാവുമോ? പറഞ്ഞാൽ പിരിച്ചാമുണ്ടി മലറായൻ ധൂമാവതി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ രക്തേശ്വരി അതൊക്കെ ശരിയായിട്ട് വരാം. ഇതൊരു കണക്റ്റഡ് ആവാത്ത കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ. കാരണം അത് മാത്രമല്ല, അതിന്റെ അടുത്ത് തന്നെയാണ് ഈ മഞ്ചം കൊടുത്തുകൊണ്ടായതിൽ നമുക്കറിയാം. അതാണ് അതിന്റെ ഒരു വിഷയം. ഒന്നും കൂടി ആ വിഷയത്തെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. മറ്റൊന്ന് വെച്ചാല് ഈ പറഞ്ഞതുപോലെ ഈ കല്ലുരുട്ടി പഞ്ചുരുട്ടി നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയതിനു ശേഷം നിങ്ങൾ കണ്ണടച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ ഐശ്വര്യം ലോപിക്കുന്നുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ಅದೇ ನಮ್ಮ ಆ ಕಲ್ಲುಟ್ಟಿ ಪಂಜುರ್ಲಿ ಪನ್ಪುಣ ರೈತರು ನಮ್ಮ ಪ್ರತಿಷ್ಠೆ ಮಲ್ತನೆಡ್ದು ಬೊಕ್ಕ ನಮ್ಮೊಂಜಿ ಐಶ್ವರ್ಯ ಪನ್ಪುಣವು ಕ್ಷಯ ಒಂದು ಬರೋದುಂಟು ಅಂತ ಪನ್ಪುಣ ಒಂಜಿ ಲೋಪ ಉಂಡಾವೊಂದು ಲೋಪಗಳು ಉಂಡಾವೊಂದು ಬರೋದುಂಟು ಅನ್ಪುಣ. അതെ, നമ്മളെ ക്ഷയം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ക്ഷയമല്ല. നിങ്ങൾക്ക് ധനം ക്ഷയിക്കുന്നു എന്നല്ല ഞാൻ അർത്ഥാക്കിയത്. മാനസികമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല ഉപകാരങ്ങളും ഗുണങ്ങളെല്ലാം ചെയ്ത മാന്യമായ വ്യക്തികൾക്ക് മനസ്സിൽ ചില ദുഃഖങ്ങൾ ചെയ്തിട്ട് അതിൽ ചെയ്ത കർമ്മത്തിനൊരു പ്രതിഫലം കിട്ടാത്ത അവസ്ഥയിൽ ദുഃഖിക്കുന്നവരുണ്ട്. കുറേ നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് നല്ല ഗുണങ്ങൾ കിട്ടണ്ടേ, അത് കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ത്യാഗം സഹിച്ച് അയാളുടെ ജീവൻ പോലും പണയം വെച്ച ആൾക്കാർ കൊണ്ട് സഹിച്ച് ത്യാഗം ചെയ്തിട്ടും അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ദുഃഖം അനുഭവിക്കുന്നവരുടെ ശേഷം അതായിക്കൂടാ. കാരണം അങ്ങനെ ഇല്ലവർക്ക് ദൈവത്തിനെ ഇല്ല വിശ്വാസം നഷ്ടപ്പെടും. ഞാനൊരു കുറേ ആൾക്ക് നന്മ ചെയ്തിട്ട് എനിക്ക് തിന്മ കിട്ടുമ്പോൾ എനിക്ക് ദൈവത്തിലെ വിശ്വാസം നഷ്ടപ്പെടും, സ്വാഭാവികം. അപ്പോൾ നമുക്ക് ദൈവവിശ്വാസം നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ദൈവം സന്തോഷം തരണം, ധനം തന്നിട്ടേക്കും മനസ്സിന് നെമ്മതി ഉണ്ടാവണം. അത് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ ദുഃഖങ്ങളും ചില ജലഭയങ്ങൾ, വെള്ളം കൊണ്ട് ഭയങ്ങളെല്ലാം വരേണ്ട വിഷയങ്ങളെല്ലാം അതിനായിട്ട് വെള്ളത്തിലെല്ലാം വലിയൊരു അപകടമെല്ലാം വരേണ്ടത് നമുക്ക് സംഭവിച്ചു. ആ ഭാഗ്യം കൊണ്ട് എന്തോ ജീവജാലങ്ങളിലേക്ക് പോയി എന്ന് പറയാം. ಪೂರ್ವಜರಿಗೆ ಈ ಒಂದು ಸಾನ್ನಿಧ್ಯ ಶಕ್ತಿ ಉಂಟು ಅನ್ನೋದನ್ನ ವಿಷಯ ಉಂಟು, ಗೊತ್ತುಂಟು. ಆಡಲ್ಲ ಐಕ್ಕೆ ನಮ್ಮ ಕೈ ಮುಟ್ಟಿದ ಓಡಿದ್ರೆ ಆವದ್ದು. ಅಪ್ಪ ಕಾಲಾಂತರಗಳು ನಮ್ಮ ಐದು ಬೊಕ್ಕ ಅದನ್ನೊಂದು ಕಲ್ಲಿದ್ದೇನೆ ನಮ್ಮ ಕಲ್ಲುಟ್ಟಿ ಪಂಜುರ್ಲಿ ಪನ್ಪುಣ ಆ ರೀತಿ ಪ್ರತಿಷ್ಠೆ ಮಂತ್ರಿ ಹಿಡಿದು ಬೊಕ್ಕ ನಮಗೆ ಮಾನಸಿಕವಾದ ಮಾನಸಿಕವಾದ ಒಂದರಲ್ಲಿ ಸಮಸ್ಯೆಗಳು ಮಾತ್ರ ಉಂಟಾರ ಕಾರಣ ಅದು ಅವು ತುಂಬುದುಂಡ ನಮಗೆ ಎಡ್ಡ ರೀತಿಯಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಮಾತೆಲ್ಲರೂ ಸಹಾಯ ಮಾಡ್ಕೊಂಡ ರೀತಿಯಲ್ಲಿ ನೀವು ಉದಾರ ಆವಾಡು ಮಾತಾ ವಿಷಯಗಳು ಮಾತ್ರ ಒಂದು ಅಭಿವೃದ್ಧಿ ಮಟ್ಟಕ್ಕೆ ಎತ್ತದ ಅನ್ಬೋದು. ಇನ್ನಿಂಥ ಕಾಲಘಟ್ಟದ ಮಾನಸಿಕವಾದ ಸಮಾಧಾನ ಜನರ ಸ್ಥಿತಿಗಳು ದುಃಖಗಳು ಅದರ ಮಲ್ಲೆಡ್ದು ಅದರ ಅಪಘಾತ ನಾವು ನಮಗೆ ಎಲ್ಲಿಂದ ತಪ್ಪು ಹೋಗುವಂಥ ಅವಸ್ಥೆಗಳು ಇದನ್ನು ಮಾತ್ರ ಉಂಟಾಗ್ತದೆ. ಜಲಮೃತಿ ಮಗ ಅದನ್ನು ನೀರು ತಲುಪಡ್ತದೆ, ಅದನ್ನು ಮಲ್ಲೊಂದು ಅಪಘಾತ ಆಗಿರ್ತದೆ ಅವಳ ತದ್ದು പോയിനഞ്ചിನ അവസ്ഥ മാത്രം ഉണ്ടാക്കുന്നത് നമുക്ക്. അതായത് ಒಂದೇ നമുക്ക് ദൈവബല പಡ್ಕೊಳವು ನಮ್ಮ ಭೂಮಿ ಪರವಾದ ಆರಾಧನೆ ಮಾಡ್ತಾರೆ, ಒಂದೇ നമുക്ക് ಮಲ್ಲೆಡವಡೆ ಎಲ್ಲಿಡದು ಹೋಗುವಂಚಿನ ಸ್ಥಿತಿಗೆ ಉಂಟಾಗ್ತದೆ. ಈ ಜಲಭಯ ಪಡ್ಕೊಂಡು ಹೇಳ್ತಕ್ಕ ಮತ್ತೆ ನಾವು ನಿಮಗೆ ಅನುಭವ ಉಂಟು ಹೇಳ್ತಕ್ಕ
പറയണം. എന്നുവെച്ചാൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട വിഷയങ്ങളില്ല. നിങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് തന്നെ പറയണം. പ്രശ്നചിന്തന എന്നാണ് ഇതിനെ പറയുന്നത്. പ്രശ്നചിന്തന വെച്ചാൽ പ്രശ്നങ്ങൾ ചിന്തിക്കുന്നതന്നെ. ಅವಳು ಪ್ರಶ್ನೆ ಚಿಂತನೆ ದೇಟ್ ಅವಳು ದೈವ ಪ್ರದೇಶ ಮಾಡ್ಕೊಂಡಾಗ ಒಂದು ಒಂದಿ ಮಾತ್ರ ಅದು ನನಗ ವೇದ ಒಂದು ಪನ್ನೆರಡು ಗುಳಿಗೆ ಪಂಜುರ್ಲಿ ಕಲ್ಲೂರ್ತಿ ಒಂದು ಮಂಡೆ ಅಂಚೆ ಗುಳಿಗೆ ಮೂರು ಅವ್ರದ್ದು ಮುಳಿತು ಅವ್ರದ್ದು ಮೂಳಿತೆ ಅಂದವರು ಅವ್ರು ಮೂರು ಬೇಜಾರಿಗಳಿಗೆ ಆರಾಧನೆ ಅವತ್ತು ಅವಳು ಅಂತ ಅವಾಗ ಬಾಕಿ ಒಂದು ಅವ್ರದ್ದು ಕಲ್ಲೂಟಿ ಬಂದಿರುತ್ತೆ ಅವು ಅವಳು ಮಾಡಿದ್ದು ಅವಿತ್ತು ಮಾಡ್ಕೊಂಡು ಬರ್ತಾನೆ ನಾಲ್ಕು ಪ್ರಶ್ನೆ ಚಿಂತನೆ ಬಂದೆ ಈಗ ದುಮ್ಮು ರಾಯ್ತರ ಬೇಕು ನಾವು ಹೆಚ್ಚಿನ అంటే ప్రశ్నిస్తారంటే అవును నిర్ణయం అంటారు కేൾക്കുന്നത്. അത് എന്ത് പ്രശ്നം പറഞ്ഞത്? നിങ്ങൾ താമ്പൂല പ്രശ്നമാണോ അഷ്ടമംഗലാണോ? അങ്ങനെ നിങ്ങൾ ഈ പ്രശ്നചിന്തയിൽ ഈ പഞ്ചുർലി കല്ലുരുത്തി ഗുളികൻ ഉണ്ട് എന്നുള്ളത് അത് ആരാൽ ആരാധിക്കപ്പെട്ടു കണ്ടത്? അത് ജാഗ്രത ആരാണ് അതിന് ആരാധിച്ചു? ഭൂതാരാധനല്ലേ ഇത്? ദൈവാരാധനയല്ലല്ലോ ഭൂമിയിലെന്ന് പറയാം. ഉണ്ടെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിക്ക് പൗരാണികമായ സംബന്ധപ്പെട്ട ആൾക്കാർ ദൈവമായിരിക്കൂലേ അത്? അതെ, അത് ഞാൻ ചോദിച്ച കാര്യം വെച്ചാൽ പഞ്ചുർലി കല്ലുട്ടി വെച്ചാൽ നിങ്ങളൊരു സ്വർണ്ണ പ്രശ്നം ചിന്തിച്ചിട്ട് തീരുമാനിച്ചതാണോ? അല്ല, ഒരു ദിവസത്തെ പ്രശ്നം ആയിരിക്കില്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പഞ്ചുർലി കല്ലുരുട്ടീനെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ പ്രതിഷ്ഠിക്കുന്നത്? അതിന് പൈസയെല്ലാം കുറെ ചെലവിട്ടിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? മെനക്കെടില്ലേ? ഇനി നമ്മളെ എല്ലാം പോകുന്നില്ലേ? നമ്മളെ കർച്ചയും ഇതെല്ലാം ഉണ്ടല്ലോ, ചെലവുണ്ടല്ലോ. ഇനി അതിന് ശേഷം നിങ്ങളെ ഈ ഈ പരമ്പരകളിലേക്ക് ചില ആപത്തുകൾ വന്നിട്ടുണ്ട്. രക്ഷക്കാട്ടി ശിക്ഷയാണ് കാണുന്നത്. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നതിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് അറിയുന്നതിൽ തന്നെ ഉണ്ട്. കൊറേ ദൂരം പോണ്ട. ಆರಾಧನೆ ಮಾಡ್ತಿರ್ಬೇಕಲ್ಲ ಆರ್ಥಿಕ ಪಂಚಾಯತ್ സാമ്പത്തികം നിങ്ങൾ പറയാൻ വേണ്ട, സാമ്പത്തികം നിൽക്കട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇത് അനന്തരം ഒന്ന് വാഹന ബന്ധുവിഹീന പീഡിത ഹൃദയ ചതുർത്ഥകേ സൂര്യ, ഒരു വാഹന ഭയത്തിന് വലിയൊരു വാഹന ഭയം വരേണ്ടതുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് വെച്ചാൽ ഒന്ന് വലിയൊരു ജലഭയം. ജലഭയം എന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് ഭയം. വെള്ളം എന്ന് വെച്ചാൽ പലതും ആവാലോ, മരുന്നാവാം, എല്ലാം വെള്ളം തന്നെ. ദ്രാവക രൂപത്തിൽ എന്തെങ്കിലും ഗ്യാസ്, അത് ലിക്വിഡ് പെട്രോളിയം എന്ന് പറയുന്നത് ഗ്യാസിന്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഭയങ്ങളും നമുക്ക് വരേണ്ടതുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നല്ലോണം ആലോചിക്കണം. ഒറ്റടിക്ക് ആവുന്നില്ല പറയല, ആലോചിക്കും. ഒട്രാസ് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന്റെ ആപത്ത് വരുന്നത്. വന്നിട്ടെങ്കിൽ പണി നമ്മ മതിയാക്കും അല്ലേ? അങ്ങനെ വന്നിട്ടേലും ഈ ജോലി നമ്മ മതിയാക്കും. നമ്മ പറഞ്ഞ തെറ്റുവിനെ മതി കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഇപ്പോഴും പറയുന്നത് അതില്ലേ ಅಸಮಾಧಾನ ಇದರ ಬಗ್ಗೆ ಅಂತೆಲ್ಲ ಗೊತ್ತಾಗ್ತದೆ. ಉಂಟು ಬರ್ಕೊಂಡದೆ ಒಂದು ಜನರ ಕೀಳಗೆ ಈ ವಾಹನಪರವಾದ ಅಪಘಾತ ಬಂದ ವಿಷಯ ಉಂಟು. ఒక నీరు అంటే జలాంశ అదంతా గ్యాస్ ఇంజిన్ ఆ ರೀತಿ ವಿಷಯ ಸ್ಥಿತಿ ಅದರ ಮಲ್ಲೆಡ ಅವಡೆ ಎಲ್ಲಿ ಬರ್ತಾನೆ ಸ್ಥಿತಿ ಉಂಟು. ദൈവജ്ഞാന സമാഹിതേന സമയഃ
അനന്തരം രണ്ടാമത്തെ പ്രകരണം ദൂത ഇന്ത്യയല്ലേ ಎರಡನೇ ಪ್ರಕರಣ ಬರ್ಕೊಂಡು ಅನ್ನೋದು ದೂತ ಚಿಂತನೆ ಸಮಯ ಚಿಂತನೆ അതെന്താ ഇത് നമുക്ക് ഇവിടെ ആക്ഷൻ കാണിക്കുന്നത് രണ്ട് സാറിന് കേൾക്കുന്നില്ലേ അങ്ങനെയുള്ള വിഷയങ്ങളാണില്ല. അപ്പൊ ദൂതചിന്തയില് ദൈവവിധോ വ്യയഭാവ്യം തദായ ഭാവ്യം തദൈവ ദൂതസ്യ എന്ന് പറയുന്നത്. ദൈവവിധോ വ്യയഭാവ്യം 12ാം ഭാവം കൊണ്ട് ദൈവജ്ഞനെയും 11ാം ഭാവം കൊണ്ട് ദൂതനെയും തദായ ഭാവ്യ ദൂതപതി അംശിക്കുന്നത് പ്രധാന ദൂതന്റെ രാശി വൃശ്ചികൻ രാശി, സ്വായ ദൂതന്റെ രാശി കന്നി രാശി കൊണ്ടാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. പക്ഷെ ഈ ദൂത വിഷയം ചിന്തിക്കുമ്പോൾ നിവേദ്യ സ്ഥാനത്തെത്തി ആഹൂതിക്കുന്നുണ്ട്. നിവേദ്യ സ്ഥാനത്ത് ഈ പ്രശ്നം അഷ്ടമംഗല പ്രശ്നത്തിന്റെ പൂജാ വിഷയത്തിൽ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ കുറഞ്ഞു പോയിനോ? പ്രധാനമായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ കുറഞ്ഞിനോ? ലോകം ഉണ്ടായിനോ? ಅದೇ ನಮ್ಮ ದೂತ ಚಿಂತನೆ ಪ್ರಧಾನ ದೂತ ಸಹಾಯ ದೂತ തുടങ്ങുന്നത് ശരിക്കും ദൂതചിന്തയാണ് തുടങ്ങുന്നത് ശരിക്കും ഇതിന്റെ ആരംഭം. ಸರಿಯಾಯಿನ ಆರಂಭ ಎರಡನೇ ಪ್ರಕರಣ ಅಂಡ್ ನಮ್ಮ ಪ್ರಾರಂಭ ಅಂತ ಅಪ್ಪಾಗ ಆ ದೂತ ಚಿಂತನೆ ನಮ್ಮಕ್ಕೆ ಚಿಂತನೆ ಮಲ್ಕೊಂಡಾಗ ಅದೇ ಈ ಅಷ್ಟಮಂಗಲ ದೀಪರಂಜನ ಪೂಜ್ಯದ ವಸ್ತು ಅದನ್ನ ಕಮ್ಮಿ ಆಗ್ತದೆ ಅಂತ ಕೇಳಿ ಕಮ್ಮಿದಂತ ಕಮ್ಮಿ ನಮ್ದು ನಾವು ಕಮ್ಮಿ ಅನುಭವ ಬರ್ತದೆ ಅಂತೆ ಭಾರತ ಅಂತ ನಾವು പ്രധാനപ്പെട്ടതല്ലേ ಕೊಡ್ರೋಡಾದ ಬತ್ತಿಜ ಏಂಡಾಗ ಒಂಜಿ ನನಂಜ ಅವಳು ಎತ್ತದನ ಮಾತಲ್ಲ ಬಾರ್ಲೆ ಎತ್ತದಂಡು ಒಟ್ಟಲ್ಲಿ ಅದು ಪೂರ ಕಮ್ಮಿ ಅಂತ ആറ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാന മെയിൻ പ്രധാനത പിന്നെ കൊണ്ടിരുന്നതിൽ അത് ഫലമല്ല. ആദ്യം ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം. ಅದು ಸ್ವಲ್ಪ ಕಮ್ಮಿ ಆಗ್ತದೆ ಪಣಿ സ്വല്പല്ല, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ബുക്കകോണത്തിനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതെ, അപ്പൊ ഇവിടുത്തെ നിങ്ങൾ ആരാ, നിങ്ങൾ പെരുതി നടക്കുന്ന സാന്നിധ്യങ്ങൾ പറയുന്നത് പൂർവ ഉപാസിത ദേവകോപം അശുഭം ജായാ തനൂചാപദം ദൗഷ്കൃത്യം സഗുരോ ഗുരുശ്ച നിധനം ദൈന്യം ദിനേ ദുർബലേ എന്ന് പറയുന്നുണ്ട്. അപ്പം പൂർവികമായിട്ട് ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന നിവേദ്യം എനിക്ക് പ്രശ്നം, ഒരു അഷ്ടമംഗലം, നിങ്ങൾ ഒരു ദേവപ്രശ്നം എൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വെള്ളമോ കുറച്ചെന്തെങ്കിലും നിവേദ്യം കിട്ടിക്കോടുണ്ടായത് പൗരാണികമായിട്ട് ഇവർ ഭൂമിയിൽ ചില ഇങ്ങനെയുള്ള നിവേദ്യങ്ങൾ, നെല്ലോ അല്ലെങ്കിൽ അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സ്യങ്ങളോ എന്തൊക്കെ കൊടുത്തിട്ട് നിവേദ്യങ്ങൾ നേരിടുന്ന മഞ്ചോ കാര്യങ്ങളെല്ലാം കൊടുത്തോണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എനിക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നല്ല പ്രശ്നം തുടങ്ങിയതിലൊരു പരാതി ദൈവങ്ങൾ പറയുന്നുണ്ട്. ಅವನಿಗೆ ದಯವಿಟ್ಟು ನಮಕ್ ತೋಚ್ಪವನ ದಾದ ಪಂಡ ಕಮ್ಮಿಯಾರ ಕಾರಣ ಆಯ್ತು ಒಂಜಿ ಫಲನ್ ನಮ್ಮ ತೂನಗ ದಾದ ಪನ್ಪುನಂಡ ಅದೇ ಪೂರ್ವ ಕಾಲಘಟ್ಟಡ್ ಈ ಒಂಜಿ ಸಾನ್ನಿಧ್ಯ ಈ ರೀತಿಯಲ್ಲಿ ನಾಶಡುಂಡು ಅವು ನಮಕ್ ದೋಷ ಉಂಡು. ಪ್ರಧಾನವಾದ ಅದೇ ಮೊಗೇರ ಸಮುದಾಯ ಪನ್ಪುನಂಚಿನ ಆ ವ್ಯಕ್ತಿಗಳು ಮೂಲ ವಾಸಾದಿಪ್ಪುನಗ ಆ ನಾಶಡಿತನಂಚಿನ ಚೈತನ್ಯದ ದೋಷ ಪನ್ಪುನ ನಮಗೆ ಜಾಸ್ತಿ ಅದು ಬಾಧಕಾವು ಪಂಡದು ಇಡೀ ಊರಿಗೆ ಸಂಬಂಧಪಟ್ಟ ಊರಿಗೆ ಕ್ಷೇಮ ತಿಕ್ಕೋಡು ಪನ್ಪುನ ರೀತಿಡ್ ಒಂಜಿ ಕಾಲಘಟ್ಟಡ್ ಅದೇ ಮಂಜೆ ಕರಿತೊಂದು ಇತ್ತು ಅನ್ಪುಡು. അപ്പോൾ ಅವು ಸುಮಾರು ಕಾಲ ವರ್ಷದಿಂಚಿ ಐಕ್ ದಾಲ ಇಜ್ಜಿ ಅಪ್ಪ ಈ ಪ್ರಶ್ನೆ ತೋಚ್ಪವನ ಪಂಡ ನಮ್ಮ ಸಾನ್ನಿಧ್ಯಗಳ ವಿಷಯಡ್ ನಮ್ಮ ಪ್ರಶ್ನೆ ದೀಪನೇಟ್ ಎಂಕ್ಲೆಗ್ ದಾದನೊಂಜಿ ನೈವೇದ್ಯ ಪಂಡ ಈ ಮಂಜೆ ಕರಿತದು ದಾಲ ಐಕ್ ವ್ಯವಸ್ಥೆ ಮಲ್ತಿಜರು ಆ ದೈವಾಧೀನ ನಮಕ್ ಉಂಡು ಮಲ್ತಿಜರು ಪನ್ಪುನಂಚನ ರೀತಿದೊಂಜಿ ವಿಷಯ ತೋಚ್ಪವನು അതില്ലാതെയും നമ്മൾ ഈ മണ്ണിലൊരു പ്രശ്നം വെക്കുമ്പോ വെക്കുന്ന സമയത്ത് ഈ മണ്ണിൽ പണ്ട് ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങൾക്കും ഇനിയുടെ പ്രാദേശികമായിട്ടുള്ള ദേവദേവന്മാർക്കെല്ലാം കിഞ്ചിത്ത് എന്തെങ്കിലും കാണിക്കലോട്ട് പ്രാർത്ഥിച്ചിട്ടല്ലേ പ്രശ്നം തുടങ്ങേണ്ടത്.
എല്ലാരെയും അനുവാദം മേടിക്കണ്ടേ നമ്മള്? ಇದೇ ನಮ್ಮೊಂಜಿ ಈತದೆ ಎಷ್ಟೋ ವರ್ಷ ಕಾಲಘಟ್ಟದಿಂಚಿ ಒಂಜಿ ಆ ಸಾನ್ನಿಧ್ಯಗಳು ಅಜೀರ್ಣಾವಸ್ಥೆ ಇತ್ತದು ಮತ್ತು ಜೀರ್ಣೋದ್ಧಾರ ಮಲ್ಪುಣಂಚಿನ ಸಮಯ ಕಾಲಘಟ್ಟ ಅತನ ಐತ ವಿಷಯನ ಚಿಂತನೆ ಮಲ್ಪುಣಂಚಿನ ಕಾಲಘಟ್ಟಡು ಪ್ರಧಾನವಾದ ದೈನಿಕಲಿನ ಈ ಮಂಜೆ ಮೊಗೇಲ್ನ ದೈವಗಳಿಗೆ ಅವತನ ಈ ಪ್ರಾದೇಶಿಕವೈನಂಚಿನ ದೈವದೇವಿ ಸೀಮೆ ಆವಡು ಗ್ರಾಮ ದೇವಿ ಆವಡು ಇಂಚೆ ಮಾತ ಅಕ್ಲೇನ ಆ ಒಂಜಿ ಆಡೆ ಪೋದು ಆ ಪೂಜೆ ಸಂದಾದ ಪ್ರಾರ್ಥನೆ ಮಾತ ಮಲ್ತದತ್ತ ನಮ್ಮ ಪ್ರಾರಂಭ ಮಲ್ಪಡೈನು ಆಯ್ತು ಒಂಜಿ ದೈವಾಧೀನತೆ ಮಲ್ಪಡ ನಮ್ಮ ಅಕ್ಕವಳು ಕಡಿಮೆ ಅದು ತೋಜುಂಡು ಅವಾಂಡು ನಿಕ್ಲೆಗ್ ನಿತ್ರ ಸಾನ್ನಿಧ್ಯ ಮುರನಿಲ ಮತ್ತದು ಕೈ ಮುಗಿದೆ ಮಂತ್ರ ಮತ್ತೆ ಏನು ಭೂಮಿಗೆ ಸಂಬಂಧ ಕೈಲಿ ಬೊಳ್ಪುಗಳ ಮಾಡ್ತಾರೆ. ಮುಗಿಯಲೆಲ್ಲ ಬ್ರಹ್ಮ ಒಂಜೇ ದಿಕ್ಕಡೆ ಮಲ್ತನ ಆಡೆ ಬೋತು ಬೋಡ್ಚಿ ಮೂಲೆ ಮಾಡ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಅಂಡ ಆಡೆ ಬೋಪಣ ಚಿರುದು ಪಣಿದು ದೂರ ಕಾಪೆಗ್ಲ ಎಂಕ್ಲ ವಜ್ಜೆ ಮಂತ ಎಂಕ್ಲ ಒಂಜಿ ಒಂಜೇ ದಿಕ್ಕಡೆ ಮುಳು ಬಂಡ ಐನೆ ಒಟ್ಟು ಎಂಕ್ಲ ಒಂದು ಮಾತ ಎಂಕ್ಲ ಮುಗಿಯಲೆ ಬ್ರಹ್ಮರಿಗೆ ಪ್ರತೀತೆ ಪಂಡ ಪಂಡ ಎಂಕ್ಲ ಕ್ರಮ ಜಿಡಿ ಪಂಡದಿನ ಎಂಕ್ಲ ಅಂಡ ಕೆತ್ತದು ಒಟ್ಟೆ ಮಂತೂರ ದೀಪ ಅಂಡ ಇಡೀ ದೀತ ಒಂಜಿ ದೇವರ ಪ್ರಾರ್ಥನೆ ಮಾಡ ക്രമം ക്രമം തന്നെ ആവണം. അതുകൊണ്ട് തെറ്റെന്നല്ല, അല്ല അത് ക്രമമാവണം. മൂന്ന് ഇവിടുത്തെ അവരെ ക്രമം അങ്ങനെ അത് ആ ക്രമത്തിൽ ആടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ആ ഭൂമിയിൽ ഇത്രയും വർഷങ്ങളിൽ ഒരു ചരിത്രം നമുക്ക് പ്രശ്നത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവങ്ങൾക്ക് പ്രാപ്തത. അതാ നെല്ല് വെച്ചാൽ അതിനെന്തെന്ന് മുന്നു കൊടുക്കല് ധാന്യങ്ങൾ തന്നെ കൊടുക്കല്. ഈ മഞ്ചം കഴിക്കുമ്പോൾ നിവേദ്യം ധാന്യങ്ങൾ തന്നെയാണ്. ಧಾನ್ಯಗಳು ಮಾತ್ರ ಮೀನು അങ്ങനെ ഒരു ഭൂമിയിൽ പണ്ട് കൊടുക്കുന്നൊരു ശക്തി ഉണ്ടല്ലോ. മഞ്ചം ബാക്കിയുള്ള സാന്നിധ്യങ്ങളും ദോഷം അതെല്ലാം പരാതി പറയുന്നത് അതെല്ലാം തന്നിട്ട് നിങ്ങൾ പ്രശ്നം തുടങ്ങണമെന്ന് പറയും. ಅವು ಮಾತ ಕೊರ್ತು ಅದೇ ಮಂಜ ಪರ್ಪಣ ಪ್ರಧಾನ ಅದೇ ಆ ಒಂಜಿ ಮಾತ ಕರಿತದೆ ಬಾಕಿದ ವಿಷಯಗಳು ಚಿಂತನೆ ಮಲ್ಕೊಡಿತ್ತಿನದು ಆ ದೈವ ಪರ್ಪಣ ನಮಗ ಅದು ಪ್ರಾಧಾನ್ಯತೆ ಕೊರಡಿತ್ತಿನದು ಎಷ್ಟೋ ವರ್ಷದಿಂದ ಆ ಒಂಜಿ ಚರಿತ್ರೆ ಅದೇ ನಮ್ಮದು ಈಗ ವ್ಯವಸ್ಥೆ ಮಲ್ಕೊಡೆ ಅದೇ ಆ ತರವಾದ ದೈವ ಪ್ರಶ್ನೆ ಅಕ್ಕಲು ಬಣ್ಣ ಆಯ್ತದೇ దెయ్యದ ಸಂಧಿ ಪಾಡ್ದನಾಡು ತೆಪ್ಪು ಕೇಪ್ಸಾದು ಬೆಮ್ಮೆರಗುಂಡ ಒಂದು ಉಲ್ಲೇಖ ಬರ್ತನೆ ಇಟ್ಟು ನಾಡೊಂದು ಬರ್ತನೆ ಇತ್ತು ಒಂದು 5 ವರ್ಷ ಆ ಒಂದು ವಿಷಯ ಕೂಡ ಬೇರೆ ದಾನ ಪತ್ತು ತೂಣಾಗ 6 ಪಂಡೇರು ಹಿರಿಯಾಕಿನ ಮನಸ್ಸು ಸವ್ವ ಬೆಮ್ಮೆರ ಮುಖ ತೂಣಿಗೆ ಎದುರು ಇಲ್ಲಿ ಗುಂಡಿ ಆ ಲೆಕ್ಕಡು ಪ್ರಶ್ನೆ ಕೇಳಿ തുളു സംസ്കൃതിയിൽ തന്നെ എല്ലാ ആട്ടക്കഥകളാണ്. നളചരിതം, രാമായണവും വാൽമീകി ആദ്യം എഴുതിയത് ഗദ്യമല്ല പദ്യം തന്നെയാണ്. തോറ്റം എല്ലാം പദ്യത്തിൽ തന്നെ ആദ്യം എല്ലാം എഴുതിയിട്ടുള്ളത് പദ്യമാണ്. അനന്തരം പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ച് ഗദ്യ രൂപത്തിലാക്കി. ഈ തോറ്റങ്ങൾ തന്നെയാണ് ഹിസ്റ്ററി. ചരിത്രങ്ങളെല്ലാം തോറ്റങ്ങളാണ്. അതായത് കണ്ണൂർ വരെ തുളുനാട് തന്നെയാണ്. പിലിക്കോട് വരെ രേരമംഗലം വരെ. അതായത് ആ ബ്രഹ്മം എവിടുന്ന് പാലാഴി സപ്തസാഗരത്തിൽ നിന്ന് വന്നിട്ട് അല്ലെ ഓരോ ദൈവങ്ങൾ ബ്രഹ്മൻ ഇങ്ങനെ പോയി ദേവി കപ്പലിൽ കയറിയിട്ട് രേരമംഗലം പിലിക്കോട് വരെ കപ്പലിൽ വഴി കിടന്ന് കപ്പലിൽ പോയി എന്നാണ് ദേവി. അതായത് 5 ഭൂതങ്ങളിലുണ്ട് 5 ഭഗവതി. ഇത് ഓരോ ആൾക്കാർ ദൈവങ്ങൾ സമുദ്രത്തിൽ നിന്ന് വന്നിട്ട് ഇനി പ്രളയം സമുദ്രത്തിലേക്ക് നമ്മുടെ ഈ കലിയുഗ അവസാനിക്കലും പ്രളയത്തിൽ തന്നെയാണ്. കലിസംഖ്യ 2000 ആകുമ്പോൾ നമ്മളെ പ്രളയം കൊണ്ട് ലോകാനാം പ്രളയോദയ സ്ഥിതി ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിനും അധികം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കാണാം. മുദ്രപത്രത്തൊക്കെ എഴുതി വെച്ചാൽ പണ്ടുണ്ടാവില്ല. പണ്ട് ഓല ഗ്രന്ഥങ്ങൾ ഓലയിൽ എഴുതലല്ലേ, ഓല പനയോലയിൽ എഴുതല്ലേ. അപ്പൊ അങ്ങനെ ഓലയിൽ എഴുതുന്ന വിഷയങ്ങള്
ಇದು ಪಂಡಾಗತ್ತೆ ಪಾಲ್ಗನಡು ನಮ್ಮ ಇಂಚೆ ಮಾತ ಇತ್ತನ ಆ ಮಾತ ದುಂಬುದೈಟ್ ಅವೇ ನಮ್ಮ ಚರಿತ್ರೆ ನಾವು ఒక కాలాంతరణ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಎಂಚ ಮಾತಾದ ಅದ ಮಾತ ಪುಸ್ತಕ നമുക്ക് പ്രശ്നത്തിലും ഇങ്ങനത്തെ സാന്നിധ്യങ്ങള് ഇവിടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം ശരിയല്ലേ? പക്ഷെ ശരിയാണെങ്കിലും ദുഃഖ വിഷയം ചിന്തിക്കുമ്പോ ദൈവം പറയുന്നത് പണ്ട് ഈ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എനിക്ക് കൊടുത്ത നിവേദ്യം നിങ്ങൾ ഒരിക്കൽ തന്നിട്ട് എന്നെ പ്രീതിപ്പെടുത്താമെന്ന് പറയുന്നത്. ಈ ಪಂಪುಣ ಪ್ರಕಾರವಾದ ಅದೇ ನಮಕ್ ಆ ಸಾನ್ನಿಧ್ಯ ಶಕ್ತಿಗಳು ಇತ್ತಿನ ಮಣ್ಣು ಉಂದ್ವೆ ಅಂತ ಪಂಪುಡು ನಮಕ್ 120% ಅದು ಉಂದ್ವೆ ಮಣ್ಣು ಆಂಡ ನೆತ್ತ ದೋಷ ನಮಗೆ ಜಾಸ್ತಿ ಅದು ಬಾಧ ಕಾಪುಂಡು ಪಂಡದು ವಂಶಸ್ಥರೆ ಅದೇ ಐದ ಗಿಟ್ಟವಾದ ಈ ಮಂಜ ಮಾತ ಕರಿತೊಂದಿತ್ತಿರ ಅನ್ಕೊಂಡು ಅಪ್ಪ ಇದ್ದದಾದ ಬರ್ಮಣೆ ಆ ರೀತಿ ಒಂಜವರ ಮಂಜ ಕರಿತದ ಆಯಿ ಬೊಕ್ಕ ನಮಕ ಪ್ರಶ್ನೆದ ವಿಷಯಗಳು ಚಿಂತನೆ ಮಲ್ಪಡು ಆ ಜೀರ್ಣೋದ್ಧಾರದ ವಿಷಯ ಅದನ್ನ ಇತರೆ ಕೆಲವು ದೋಷಗಳು ಮಾತ್ರ ಉಂಡತೆ ನಾನೊಂದು ಭಾಗದ ವಿಷಯದ ಅದು ಕೆಲವು ವಿಷಯಗಳು ಬರೆಯರುಂಟು ಅයිನ ಮಾತ್ರ ಚಿಂತನೆ ಮಲ್ಪಡುಂದ ಅವಜಿ ದೈವ ಪ್ರೇರಣೆ ಆದ ನಿಖಲ ದೂತ ವಿಷಯದ ತೋರಿಸ್ಬೋದು ಇದೆ ಇದೆ ದೊಲೆ ಇದೆ ನಮಕಿದೆ ಈಡ ಬರ್ತದ ಇರ್ಬೇಕತ್ತೆ ಇದೆ ಆಡ ಮೂಲ ಪ್ರಾದೇಶಿಕವಾದ ಅದೇ ಯಾರ ಭಾಗದಾಗ ಇದ್ದದ ಕರಿತೊಂದಿದ್ರೆ ಮತ್ತೆ ವಿಷಯ ಗೊತ್ತಿದ್ದನತೆ ಹಾ ಅವ ಮಾತದಾದ ವಿಷಯ ಅವ ವಿಷಯ ಕೂಡ್ಲೆ ಆಂಡಲ ಇದ್ದೆ ಎನ್ನವಳು ಬರ್ಬಿಡ ಮಾತ ವಿಷಯ ಲವ್ಲೆ ತೋಜಿದ್ವು ಅದೇ ಅಪದಾಯ ನಮ್ಮ ಈಡೆ ಬರ್ತದಾನದಾದ ತೋಜಿನೆ ಫಸ್ಟ್ ತೋಜಿನೋ ಅದೇ ನಮಕ್ ಈ ಸಾನ್ನಿಧ್ಯದ ದೋಷಗಳು ಉಂಡು ಪಂಡದು ಒಂಜಿ ಕಡೆಟ್ಟು ಅದೇ ಮರತ ಮೊದಲಿಟ್ಟು ಈ ಮಂಜ ಬರ್ಪಣ ಸಂಕಲ್ಪ ರೀತಿಯ ಆರಾಧನೆ ಮಂಜ ಕರಿತೊಂದು ಆರಾಧನೆ ಮತ್ತೊಂದು ಇತ್ತಿರಂದ ಬರ್ಪಡೆ ಫಸ್ಟ್ ತೋಜಿನ ಅವೇ ಅವಾಡಂತೆ ಬಲೇತೆ ನಾವು ಏತೋ ವರ್ಷ ಕಾಲಘಟ್ಟ ಇತ್ತೆ ಅವು ಇಜ್ಜಿ ಆ ಕೋಪ ಬರ್ಪಣ ಇತ್ತೆ ನಮಕ್ ಈ ದೂತ ಚಿಂತನೆ ಮಲ್ಪಣಾಗ ದೂತ ಚಿಂತನೆ ಹೇಳ್ಬಂದ ರಡ್ನೆ ಪ್ರಕರಣ ನನ್ನೆಲ್ಲ ವಿಷಯಗಳು ಚಿಂತನೆ ಬರೆಯರುಂಟು ಅಪ್ಪ ಆ ಚಿಂತನೆಗಳು ಬರೆಯರೆ ಆ ಒಂದು ದೈವ ಬಲ ಬರ್ಪಣ ನಮಕ್ ಅವಳು ಕಮ್ಮಿ ಉಂಟು ಅಪ್ಪ ದೈವ ಎಂಕ್ ಆಣಿದ ಕಾಲ ಈ ರೀತಿ ಕೊರೊಂದಿತ್ತು ಆಂಡಲ್ ನನ್ನೆಲ್ಲ ಮಂಜ ಕರಿತದ್ದು ಪ್ರಾರ್ಥನೆ ಮಲ್ತದು ಬಾಕಿದ ವಿಷಯಗಳು ಚಿಂತನೆ ಮಲ್ಕೊಳೆ ಅಂಚಾದಿದ್ರೆ ಆ ದೈವದ ಅನುಗ್ರಹ ನಮಕ್ ಈ ಪ್ರಶ್ನಾರಾಶಿಗೆ ನಮಕ್ ತೋರಿಸ್ಬೋದು ಕೊರಳಿದ ದೂತ ಚಿಂತನೆ ದೂತ ಚಿಂತನೆ ನಮ್ಮ ಅವಳು ಬಣ್ಣಗ ತೋಜಿ ಜೊತೆ ಸಂಶೇತನ ಉಭಯ ಸಂಶೇತನಕ್ಕೆ ನೋಡ ಬರೋಡು ಅವಳು ಬಂದರ ದಾನಿ ಮನಸ್ಸದ ಒಳ್ಳೆಯದು ಇರಬಲ್ಲಿ ಮನಸ್ಸದ ಒಳ್ಳೆಯದು ಇನ್ನೊಬ್ಬ ವಂಚನೆ ಇಪ್ಪಡು ಇದೈತ ಮನಸ್ಸದ ಹಿಡಿತನೆ ಇದೈತ ಪಂಡದಾನಾಗ ಐತ ವಿಷಯ ಇಂಚಾದ ಪಂಡದು ಮುಗಿತದ ಹಾ ಇದು ಕ್ಲಿಯರ್ ಆಡತ್ತೆ ಐಡದಲ್ಲ ತಪ್ಪು ಇಂಚ ಆಡಲ್ಲ അതെ അതൊരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രശ്നം കണ്ടിന്യൂ ചെയ്യാൻ ಐನೂರ ಮಂಜೆ ಕಲಿತದ್ದು ಈ ಮಾತಾ ವಿಷಯಗಳಿಗೆ ಬಹುಲ ವ್ಯಕ್ತಿಗತವಾದ ಅವಳು ದೈವಿಕ ಸಂಬಂಧಪಟ್ಟದ ಅವಳು ಬಹುಲ ತಟಸ್ಥತೆಗಳು ಮಾತ ಬರೆಯರಬಲ್ಲಿ ವಿಷಯಗಳು ಮಾತ ಎಡ್ಡೆ ರೀತಿ ನಮಕ್ ತೆರಿಪ ಅವಳು ನನ್ನ ಹೆಂಚ ಕೂಡ ಆ ರೀತಿ ನಮ್ಮ ಮಲ್ಕೊಂಡು ಕೋಪ ಬಂದ್ಬಿಡಂಚಿನ ಒಂಜಿ ವಾಕ್ಯ ಬಂದ್ಬಿಡೋ ಮಂಜ ಕಲಿತದೆ ಅದ ಈ ಹೋಗ್ಲಿಗೆ ಒಂದು ವಾಕ್ಯ ಕೊರಡು ಐಡದು ಬೊಕ್ಕ ನಾನೊಂದು ದಿನ ನಮ್ಮ ಬರ್ತದೆ ಪ್ರಶ್ನೆ ಮುಂದುವರಿಸಾವಳಿ ಅಂದು ನಿಂಗಳ ಪನ್ನಡಾದ ಚಕ್ಕೆ ಏನೋಡದ ಯಾಡ ಬಲ್ಪಗೆ ಬಂದೆ ನಿಂಗಳ ಪನ್ನಡದರ ಒಂಜೇ ದಿನಟ್ಟು ಮುಗಿಪೊಡು ನಮಕ್ ಆಯ್ನಾತ್ ಮೈನ ಭಾಗಗಳು ತೆತ್ತದು ಚಿಂತನೆ ಮಲ್ತದ್ದು ಮುಗಿಪೊಡದು ಬಂತೆ ಅಂಚೆ ಹೇಳ್ತಾ ಇದು ಸ್ಪೀಡ್ ಓಪನೆ ಸ್ವರ್ಣ ಪ್ರಶ್ನೆ ಬಂಡ ಇದು ಅದ ಇದು ಸ್ಪೀಡ್ ಓಪನ್ ಸ್ವರ್ಣ ಬಂಡ ಪ್ರಶ್ನೆ ಬಂಡ ಒಂಜೊಂಜಿ ವಿಷಯ ಸುಮಾರು ವಿಷಯ ಚಿಂತನೆ ಮಾಡ್ಕೊಳ್ಳಿ ಒಂಜೊಂಜಿ ಪ್ರಕರಣ ಇದು ಒಂಜಿನ ಪ್ರಕರಣ ಸುಮಾರು ಅದೇ ರೀತಿ ಅದನ್ನ ಕಾರಣದ ಅದರಿಂದ ಅವನ ಕಡೆ ಬಂಡದ ಅವನ ಮೂಜಿ ಜನಪದನ ಅಂಚಿನ ಲಕ್ಷಣಗಳು ಐಟು ಮಾತ್ರ ನನ್ನ ಚಿಂತನೆ ಮಲ್ಕೊಳ್ಳಿ ಈಗೆಲ್ಲ ಪೂರ್ವಜರ ಇಂಚಿನ ವಿಷಯಗಳು ಆವಾಡು ಅದರ ಭೇದದ ವಿಷಯಗಳು ಉಂಟು ಅದು ಮಾತ್ರ ಮಲ್ಕೊಳ್ಳಿ ಸುಮಾರು ಸಮಯಕ್ಕೂ ಅಪ್ಪ ನಮ್ಮ ಪ್ರಧಾನವಾಯಿನ ಭಾಗಗಳು ಚಿಂತನೆ ಮಲ್ಪೇರೆಗೋಸ್ಕರ ಅಂಟು ಅದೇ ಒಂಜೇ ದಿನಟ್ಟು ಮುಗಿಪೊಡು ನಾನು ಅರಡ ಬಂತೇನೆ ಆರ್ಲ ಎಕ್ಕಡ ಅವೇ ರೀತಿಲಿ ಹೋಯಿನೆ ಒಂಜಿ ವಿಷಯ ಬಂದ್ಬಿಟ್ಟು ಈ ರೀತಿ ಉಂಟು ಇಕ್ಕದಾದ ನಿಖಿಲ್ ಬಂದ್ಬಾರ ನಿಖಿಲ್ ಬಣ್ಣ ಲೆಕ್ಕ ನಾವು ಹೋವ
ಪ್ರಶ್ನೆವಿಧಿ ಮಾಡ್ಬಿಡೋ ನಿಜ പ്രാർത്ഥന നിങ്ങൾ രാവിലെ ആക്കിയിട്ട് എന്നിട്ട് നെല്ല് കുറച്ചിലിടാം. അതെ, ആ പ്രാർത്ഥനേനെ ഇനിയും പ്രാർത്ഥിച്ചാലില്ല, അത് കാര്യമില്ല. എന്താണോ നഷ്ടപ്പെട്ടത് അത് സ്ഥാപിക്കുക. ദൈവിക വിഷയങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ആയിക്കോ, ഞങ്ങൾ അതിന് തയ്യാറല്ല. ഞങ്ങൾക്ക് പൈസക്ക് മാത്രം പണിയെടുക്കുന്നില്ല, ഒരു ജോലി ചെയ്യുന്നതിന് അത് എല്ലാവർക്കും ഈ നാട്ടിലേക്ക് മൊത്തം ക്ഷേമം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. പണം നിങ്ങൾ തന്നോ തന്നിട്ട് അന്ന് ഞാൻ ഇയാൾ വിളിക്കുമ്പോൾ എനിക്ക് ഇത്ര പൈസ തരണമെന്ന് പറഞ്ഞ അയാളോട്, ഇയാൾ എന്നെ പ്രശ്നത്തിന് വിളിക്കുമ്പോൾ ഞാൻ അയാളോട് എനിക്ക് ഇത്ര പൈസ തരണമെന്ന് ഞാൻ അയാളോട്, എനിക്ക് വീട്ടിലിരുന്നാൽ ഈ പൈസ കിട്ടും, നിങ്ങൾ തരുന്നത് തന്നെ എനിക്ക് വീട്ടിൽ രാവിലെ കവടി ഇട്ടിട്ട് വീട്ടിലിരുന്നാലും എൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ ഇഷ്ടം പോലെ വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ വണ്ടിയിലെടുത്ത് ഇത്ര ദൂരം വന്ന് പ്രശ്നം വെക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സമൂഹത്തെ കാണാനും കുറെ ചരിത്രങ്ങൾ പഠിക്കാനും, ഇപ്പൊ ഇവരെ പോലെ ഇപ്പൊ ഇന്ന് അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം അയക്കാൻ പറ്റും, ഇതൊരു ഭാഗ്യമല്ലേ? അല്ലെങ്കിൽ നമ്മൾ കാണാം അവരെ വീട്ടിലിരുന്ന് അവര് നമുക്ക് വിളമ്പി തന്നു, അവരെ കൈയോടെ ഭക്ഷണം കഴിക്കാനൊരു ഭാഗ്യം നമുക്കുന്നുണ്ട്. അത് വീട്ടിലിരുന്നാൽ കിട്ടൂല. വീട്ടിലിരുന്നാൽ എപ്പോഴും വിളമ്പി തരുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്, അതിൽ മാറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങള്, ഇങ്ങനെയുള്ള ഒരു ഭൂമിയിലെ ദൈവങ്ങൾ നന്നാവും, ഈ ദേശം നന്നാവും, അതുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് ശരിയാക്കുന്നത് അത് ദൈവത്തോട് നിങ്ങൾ കൈക്കൂലി കൊടുക്കുന്ന പോലെ, ദൈവത്തിന് കൈക്കൂലി കൊടുത്തോളാം, നിങ്ങൾ ബാക്കി ಓಫೀಸರ್മാർക്ക് കൊടുത്തോ. ಅವೇ ನಮ್ಮ ಎಕಡೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಎಕಡೆ ಮಕ್ಕಳು ಆತನತೆ ನಮಗ್ ಅಂಚದಿದ್ದ ನೆಟ್ಟು ಈ ರೀತಿ ತೋಜಿರ ಬಲ್ಲಿಯತೆ ಎಕಡೆ ಕೊಂಡನೇ ಇದು ವಿಶೇಷವಾದ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತದೆ. ಅವತ್ತು ನಮಕ್ ಮೂಲು ತುಂಬ ಏತೋ ವರ್ಷ ಕಾಲಘಟ್ಟದಿಂಚಿ ಉಂತು ನಚ್ಚಿನ ಆ ಒಂದು ಮಂಜೆ ಕರಿತದ ಮಾತ್ರ ಆ ದೈವಗಳೇ ಪರಿಪೂರ್ಣ ದೈನಂಚಿನ ತೃಪ್ತಿ ಉಂಟಾಗುತ್ತೆ. ಆ ಮಂಜೆಡ್ ಪ್ರಾರ್ಥನೆ ಮಾತ್ರ ಮಲ್ತದೆ, ಬಾಕಿದ ವಿಷಯ ಚಿಂತನೆ ಮಲ್ಪುಡುದ ದೂತ ಪ್ರಕಾರ ಅದು ಪ್ರಶ್ನೆವಿಧಿ അഡ്ജസ്റ്റ് മതത് ഗുണജിനാണ്. പ്രാർത്ഥനയിപ്പോ നിങ്ങളുടെ കൊണ്ടം വെച്ച് ആ ദൈവത്തിന്റെ അനുഗ്രഹം മതി പ്രശ്നം പറയാം. എന്താ അത് കുറഞ്ഞ ശക്തി ഒന്നുമല്ലല്ലോ. പക്ഷെ നിങ്ങൾ കൊണ്ടം വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും കുറെ മുമ്പേ നടന്ന കാര്യങ്ങൾ ലോപിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയമായി അതിന് നല്ലോണം ബന്ധുണ്ട്. നിങ്ങളൊരു സാന്നിധ്യ വിഷയത്തിൽ പ്രശ്നം വെക്കുന്നത്, ആ സാന്നിധ്യ വിഷയം ഈ മഞ്ഞ കഴിക്കുന്ന നല്ലോണം ബന്ധുണ്ട്. അത് ആർക്കും ഇയാളെ തീരെ സംബന്ധപ്പെട്ടാണോ? ആരെഞ്ചിനായിട്ട് സംബന്ധപ്പെട്ട അവരെ വീട്ടിൽ പണ്ടത്തെ വയസ്സന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവില്ല കഥയല്ല. ಕಾರಣ ಪರಂಪರೆ ಪ್ರಾಯದಕ್ಕಡೆ ಕೇಂದ್ರ ಗೊತ್ತಾವು ದಾಯಿತ್ಯಕ್ಕೋಸ್ಕರ ಪ್ರಾರಂಭವಾಗ್ತದೆ, ಹೆಚ್ಚಿನ ವಿಷಯಕ್ಕೋಸ್ಕರ ಏನಾರ ಇತ್ತೀರ್ತ. അപ്പൊ ആ മഞ്ചമൽപ്പര കാരണം പറഞ്ഞ ഈ ദൈവിക സംബന്ധപ്പെട്ടിട്ട് ഈ രീതി നാശയുടെ ഇത്ര എടുത്തറ സാന്നിധ്യ ശക്തി ಉಂಡು ತೆರಿದೆ ಐತ ದೋಷ ಬಾಧಕಾಯರ ಬಲ್ಲಿ ಬಂಡದೆ ಆರಾಧನೆ ಮಾಡ್ತದೆ ಅಂಚ ಪರಸ್ಪರ ಸಂಬಂಧ ಉಂಟು. ಆ ಸಂಬಂಧ ಇತ್ರ എടുത്തറ ದೈವ ಆ ರೀತಿ ಕೇನುಣೆ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പണ്ട് ചെയ്തിരുന്നത് ನಮ್ಮ ಈ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡ ಸಮಯ ಕಾಲಘಟ್ಟದ ತುಂಬು ಓಳು ಮಲ್ತೊಂದಿದ್ದರೋ ಅವಳಾണ് ಕೊರಳೈದ ಈಶಾನ್ಯ ಭಾಗ ಬಲಬರಿಯರ ವಿಷಯದ ಕೇರಳ ಆ ಒಂದು ಪ್ರಶ್ನೆಗೆ ಬಲಬರಿಯರ ಅನಾನಾದೆ ನನ್ನದಕ್ಕೆ ಪರಿಹಾರ ಮತ್ತು ಪರಿಹಾರ ಮತ್ತು ಗ್ರಾಮ ದೇವರಿಗೆ ಗ್ರಾಮ ದೈವಗಳಿಗೆ ಪ್ರೀತಿ ಮಲ್ಪುವುದು ಈ ಭೂಮಿയുടെ പ്രശ്നം ദൈവമുണ്ടല്ല ഈ ഭൂമിക്ക് സംബന്ധപ്പെട്ടുന്ന ദൈവങ്ങളെ ഗ്രാമദേവി ഗ്രാമ ദൈവಗಳು
ಅವೇ ಅಂತಂದೆ ಈ ಸಾನ್ನಿಧ್ಯಗಳು ನಾಶಗಳು ಉಂಟಾಯ್ತು ದೋಷಗಳು ತೆರಿದು ಆ ಕರಿತೊಂದಿನ ಆ ಮಂಜದೆ ಆ ಭೂಮಿ ಆ ಈಶಾನ್ಯ ಭಾಗಡಿತನಂಚಿನ ಆ ಭೂಮಿ ಮಂಜೆ ಕರಿಬೋದು ಇದು ಮಾತ್ರ ಕರೆದು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು ದೈವ ಬಲ ಉಂಟು ಮಾಡ್ಬೋದು. ಮುಲ್ಪದ ಮುಖೇನ ಕ್ಲಿಯರ್ ಸ್ವಲ್ಪ ಮುಂಚೆ ಕತ್ತೊಳಿತಾರೆ ತುಂಬ ಇದಾಗಿ ಪುಣಾಕ್ರೆ ಅದರ ಮೂಳೆ ಇರ್ತರಾಕ್ರೆ ಮಂಜಕಾರಿ ಪುಣಾಕ್ರೆ ಇರ್ತೇವೆ ಪುರಾಣ ಅಂದ್ರೆ ಸರ್ अरे मैं क्यों ಆತ್ಮೀಯ ಬಂಧುಗಳು ಆಯ್ತಾ ನಮ್ಮ ಬೇತೆ ಬೇತೆ ಜಿಲ್ಲೆ ಹಿಡಿದು ಮತ ಬರ್ತದಾರೆ ಉಳಿದ ಪ್ರಶ್ನೆ ಮುಂದುವರಿಸಬೋದಾಗ ದೂತ ಸಮಯ ಆಜಿ ವಿಧತ ಪ್ರಶ್ನೆ ಉಂಟಾಯ್ತು ದೂತ ಪ್ರಶ್ನೆ ಚಿಂತನೆ ಬಂದಾಗ ನನದ ಪ್ರಶ್ನೆ ದುಂಬುಪೋಡು ನನ್ನ ಮಂಜ ಕರಿತದೇ ದುಂಬುಪೋಡು ಪಣದುಲ್ಲೇರು ದೈವಜ್ಞರು ಅಪ್ಪ ನಿಖಲ ಅಭಿಪ್ರಾಯ ಪಂಡ ಆಯ್ತ ವಿರುದ್ಧ ಪಾಯದ ನಂಕ ಆಪುಜಿ ಆಕಿ ಪನ್ನೆರಡು ದುಃಖ ಪಂಡ ಬೇತೆ ಬೇತೆ ದೂರದ್ದು ಬರ್ತದೆ ಒಳೈತೆ ಇನಿ ನಿರಾಶೆ ಪಂಡ ಅರ್ಧ ಉಂತುನತ್ತ ಅಂಚೆ ಭಾನುವ ಭಾವನೆ ಬರ್ರೆ ಬರಲಿ ಅಂಚ ನಿಖಲ ಕೆಲವು ಜನ ಒಂದು 2 ಜನ ಅಭಿಪ್ರಾಯ ಪಂಡರನ್ನ ಸ್ವರ್ಣ ಪ್ರಶ್ನೆ ಅಂತ ಬಂತಂದ ಇಳಿಕಿನಿಕ ಮುಗಿಪುರವತ್ತು ಅದು ಸ್ಪಷ್ಟವಾದ ಐನು ಬಂತೇರು ಅದಕ್ಕೋಸ್ಕರ ನಮ್ಮ ಐನು ಒತ್ತಡ ಹಾಕುದು ನಮ್ಮ ಸ್ವರ್ಣ ಪ್ರಶ್ನೆದ ದೈವಜ್ಞರ ಪಣ್ಣಾಲ್ಕ ಮಂಜ ಮನ್ಪದೆ ನನದ ದುಂಬು ನಳಪುಜಿಗೆ ಐಕ್ಯತ ಬೆಂಬಲಗುಂಡದಾಗ್ಲೇ ತರವಾಡದಾಗ್ಲೇ ಉಳ್ಳೇರು ಗುರುವಣ್ಣೆ ಮುಖ ಹಿರಿಯಾಗ್ಲು ಮತ್ತೆ ಉಳ್ಳೇರು ಅಗಲೇನ ಕೇಂಡದು ಮಂಜ ಏಪ ಮನ್ಪಡ ಮಂಜ ಮಂತದು ಬುಕ್ಕದ ದೈವಜ್ಞರ ಲೆಪ್ಪಣ ಮಂಜದಾನಿ ನವ ನಿರ್ಧಾರ ಮಾಡ್ಬೇಕಾದ ಆ ಮಂಜದಾನಿ ಮುಲ್ಪು ಗ್ರಾಮ ದೈವ ಗ್ರಾಮ ದೇವಸ್ಥಾನ ಮಾತ ನಮ್ಮ ಜಜ್ಜಿಯವರು ಕಾಣಿಕೆ ಮಾಡಿದು ಮುಂದುವರಿಸೋಣ ಅವೇ ನಮ್ಮತ್ತೆ ಮಂಜ ಮನ್ಪುರ ಈ ಸಾನ್ನಿಧ್ಯದ ಬೆಳಗಾನ ಉಲ್ಪದ ಗ್ರಾಮ ಒவ்வொரு ಶಕ್ತಿಗೆ ಕೊರಡು ದೈವಜ್ಞರು ಪಡ್ವೇರು ಅದು ನಮ್ಮ ಆ ಪ್ರಕಾರ ಮಾಡ್ಬೇಕು ಪಂಡಿತ ಮುಟ್ಪಡದೈತೆ ಅರ್ಧದ ಲಕ್ಷ ರೂಪಾಯಿ ಆಪುಂಡು ಪಂಡ ಅರ್ಧ ಗೊತ್ತಂಗ ಆಪುಂಡು ದಯಪಂಡ ತುಂಬ ಅಂಚದ ಎಲ್ಲ ಬೇಜಾರ ಮಾಡ್ಪೇರ ಅಲ್ಲಿ ದಯಪಂಡ ಈತ ಜನನ ಒಟ್ಟು ಕೂಡಿಸವ ನಾವು ಬಾರಿ ಭಂಗ ಗೊತ್ತುಂಡು ಮಾತೆರೆಗಳ ಈತ ಜನ ಸೇದಿಚ್ಚಿನ ಮಲ್ಲ ಸಭೆನು ಇನ್ನಿ ಪ್ರಶ್ನೆ ಅರ್ಧ ಗೊತ್ತುಂಡು ಪಣಿಯಲ್ಲ ನಂಗೆ ಬೇಜಾರ ನಾಡ ದೈವಜ್ಞರು ದಾಲ ಪಣಿಯರ ಆಪುಜಿ ದೈವಜ್ಞರ ಪಣ್ಣ ಇದ್ದುಕ ಅಂಚ ಎಲ್ಲ ಬೇಜಾರ ಮಾಡ್ಪೇರ ಅಲ್ಲಿ ಬಟ್ ಮಸ್ತ್ ದೂರ ಬರ್ತದ ನಿಕ್ಲೆ ಅಪ್ಪ ಮಂಜ ಮನ್ಪಡ ಬಹು ದೈವ ಸಾನ್ನಿಧ್ಯಾಗ ಬಹು ದೇವಸ್ಥಾನಾಗ ಸುಲ್ಕ ಅದು ಪಡ ಇತ್ತ ಎಂಕ್ಲ ಎಲ್ಲ ಸುಲ್ಕ ಪ್ರಶ್ನೆ ದಿನ ಮಂಜ ಮನ್ಪಡ್ದು ಎಂಕ್ಲೆ ಗೊತ್ತಿ ಜನ ಎಲ್ಲ ಮಂಜಾಗ ದಿನದಾಗ ಓ ಶಕ್ತಿನ ಮರ್ತಾರದ ಎಲ್ಲ ಪಿರದ್ ಹೋಜಾರ ಬಲ್ಲಿ ಅಂಚೆ ಇನ್ನಿ ದೈವಜ್ಞರು ಓ ಶಕ್ತಿಗೆ ಮಾತ ಕಾಣಿಕೆ ಸಲ್ಲಿಸೋಡು ಒಯ್ನ ಮಾತ ನೆನಪೋಡದಂತ ಇನ್ನು ಪಂಡದು ನಾನ ಎಂಕ್ಲಪ್ಪ ಮಂಜಾಗ ದಿನದಿಪ್ಪ ಅವು ನಮ್ಮ ಉಲಾಯ್ದ ಬುಕ್ಕದ ಗೊತ್ತಾಗ ಬುಕ್ಕ ತಾರಾವಡು ಮಾಡ್ತಾರೆ ಏರ್ಪಾದು ಅವೇ ನಾನಾ ಮುಂದುವರಿಸೋಣ ಮಂಜಾಗ ದುಂಬು ಒಯ್ಯೋ ದೇವಸ್ಥಾನ ಒಂದು ಕಾಣಿಕೆ ಸಲ್ಲಿಸೋಣ ದೈವಜ್ಞರು ಎಂಕ್ಲೆ ಮಂಜೆ ನಿರ್ದೇಶನ ಬರೋದು ಅವೇ ದುಂಬಾದ ಸೀಮೆ ದೇವರು ಗ್ರಾಮ ದೈವಗಳಿಗೆ ఒక ಭೂಮಿಗೆ ಸಂಬಂಧಪಟ್ಟನ ಈ ಭೂಮಿಗೆ ಸಂಬಂಧಪಟ್ಟನ ದೈವಗಳಿಗೆ ಪ್ರೀತಿ ಮಲ್ತದೆ ಮಂಜ ಕರಿಪೋಡು ಐಡದ ಬೊಕ್ಕ ನಮ್ಮ ಪ್ರಶ್ನೆಯನ್ನು ಮುಂದುವರಿಸಾವು
ಆ ರೀತಿಯ ಪೂಜೆ ಮಾಡ್ತಾರೆ. ಯಥಾಶಕ್ತಿ ದಾಯಪಣ ನಮಗ ಪರಿಹಾರ ಮಲ್ಪಡ್ ದುಂಬು ಬಾಕಿದ ಕ್ಷೇತ್ರಗಳು ನಿಮಗೆ ಸಂಬಂಧಪಟ್ಟ ಕ್ಷೇತ್ರಗಳು ಬೆದ್ದದ ಇತರ ಇಕ್ ಮಾತ್ರ ಕುಯ್ಯರುಂಡು ಆ ಮಂಜ ಬಂತು ಜಾಗ ಇದು ಸುಮಾರು ವರ್ಷ ಇತ್ತು ದಾಲ ಅದಕ್ಕೆ ದಾಲ ಅವಧಿದ್ದಾರೆ ಅಂಚಾತ್ರ ಅಭಿವೃದ್ಧಿಯ ದೃಷ್ಟಿಗೆ ಇಟ್ಕೊಂಡು ಹೋಗಿದ್ದಾಗ ಅಲ್ಲಿ ಕಲ್ಲದ ಪಣೆ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ ಆ ಕೆಲಸ ಆ ಜಾಗದ ಅವಧಿ ಪಣೆ ಅವಧಿ ಅಂಚ ಆ ಜಾಗ ಅವಳು ಅಂತ ಚೂರು ಅಂಚಿಂಚಾದ ಜಾಗದಿಗೆ ಅದ ಚೂರು ಮಿತ್ತದ ಅದೇ ಗೊತ್ತು ಸೀಮೆ ದೇವೆ ಅದೇ ಕುಂಬಳ ಸೀಮೆ ಆಡ ಮತ್ತೆ 4 ಸೀಮೆ ತುಯ್ಯರುಂಟು ಅವು ಇತ್ತ ಬೋಡುದಂಜಿ ಕುಂಬಳ ಕ್ಷೇತ್ರಕ್ಕೆ ಹೋದ ಅವಳು ಯದಾನ ಶಕ್ತಿ ಸೇವೆ ಕೊಟ್ಟು ಪ್ರಸಾದ ದಿತ್ತು ಬೊಕ್ಕ ಗ್ರಾಮ ದೇವರು ಬೊಕ್ಕ ಗ್ರಾಮ ದೈವಗಳು ಬೊಕ್ಕ ನಮ್ಮ ಈ ಪ್ರಶ್ನೆ ದೀಪನಂಚಿನ ಈ ಭೂಮಿ ದೀಪನಂಚಿನ ಸಾನ್ನಿಧ್ಯ ಅప్పుడు ನಿಂತಲ್ಲ ಸಂಕ್ರಾಂತಿದ ಸಮಯಗಳು ಅಂಚದಾರ ಉಂಡ ಇಂಕೊಂಚು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಳ್ಳಿ ಅವಾಗ ಅಂಚ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತದಾಗಿ ಬೊಕ್ಕ ಮಂಜ ಕಲಿಪುಂಡು ಮಂಜ ಕಲಿತದೆ ಈ ವಿಷಯ ಮಾತ್ರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತದೆ ನಮ್ಮ ದಿನ ಬರ್ತದೆ ಐದು ವಿಷಯಕ್ಕೆ ಚಿಂತನೆ ಮಾಡ್ತದೆ ಪ್ರಶ್ನೆಯನ್ನು ಮುಂದುವರಿಸೋಣ ಬೊಕ್ಕ ಇದೇ ನಮ್ಮೈತೆ ಮಂಜ ಕಲಿತಿದ್ದಾನಲ್ಲ ನಮಕ್ಕಿಂತ ಇನ್ನೀ ಸಡನ್ನಾದ ಮುಗೀತು ಅಂತ ನಾವು ಇಂಚನ್ನೆ ಪಂಡದು ಅಂಚೆ ಪಂಡದು ಬಯಲಾಗ್ಬಿಟ್ಟು ಮತ್ತೆ ಸೂಕ್ಷ್ಮತೆ ತೂದು ಕ್ಲಿಯರ್ ಆಗಿ ನಮಗೆ ತೋರ್ಸೈತೇನೆ ಸಮಯ ತಂಡ ಆಯ್ಜ ಸೂರ್ಯಾಸ್ತಮಯದ ಗೀತೆ ಗಳಿಗೆ ತುಂಬು ನಮ್ಮ ಪ್ರಶ್ನೆ ಉಂಟಾಗೋದುಂಟು ಮತ್ತೆ ಸೂರ್ಯ ಬಲ ಇಪ್ಪನಾಗನೆ ನಮ್ಮ ಪ್ರಶ್ನೆಗೆ ಬಲ ನಮಗೆ ಬಂದಾಗನೆ ಸಮಯ ರೈತ ಫಲಗಳು ಗೊತ್ತಿಲ್ಲ ಅಂಚಾಂಡೆ ಅದೇ ಸುಮಾರು ಸಮಯ ಐಟೆ ಹೋಗ್ತುಂಟು ಮಾತ್ರ ವಿಷಯ ಅಂತ ಬರ್ತದ ಮಾಡ್ಕೋಗ ಈಗ ಮಾತೆಲ್ಲ ಸಹಕಾರ ಇತ್ತನ ಆಗಬಹುದು ದ್ವೇ ರೀತಿ